ഹലോ എവരിവൺ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഫൈനൽ റിവിഷൻ ആണ്. സോ മാനേജ്മെന്റ് 10 ടോപ്പിക് ഏരിയാസ് നമ്മൾ ടച്ച് ചെയ്യുന്നു. 10 ടോപ്പിക് ഏരിയയുമായി ബന്ധപ്പെട്ട് MCQs ഡിസ്കസ് ചെയ്യുന്നു. അതുമായി അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏരിയാസ് കവർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ പർപ്പസ്. സോ അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു പാർട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ഡേ മോർണിംഗും കണ്ടക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏരിയ ലെറ്റ് സി. യൂണിറ്റ് 1 മാനേജ്മെന്റ് ആണ്. സോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അസഷൻ ടൈപ്പിൽ അസഷൻ പറയുന്നത് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി എംഫസൈസസ് ഫോർമൽ സ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. റീസൺ ഇറ്റ് അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ആർ റാഷണൽ ആൻഡ് വർക്ക് ഫോർ ഇക്കണോമിക് റിവാർഡ്സ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി എന്ന് പറയുമ്പോൾ ഹെൻറി ഫയോളിന്റെ തിയറിയും അതേപോലെ തന്നെ FW ടൈലറുടെ തിയറിയും ഒക്കെ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിന് എക്സാമ്പിളാണ്. ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഫോർമൽ സ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ റിക്വയർമെന്റ്സ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ്, അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഇറ്റ് അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ആർ റാഷണൽ ആൻഡ് വർക്ക് ഫോർ ഇക്കണോമിക് റിവാർഡ്സ്. ജനങ്ങൾ പ്രധാനമായിട്ട് ഇക്കണോമിക് റിവാർഡ്സ് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ ടെൽ യു, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് തിയറി റാഷണാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അതായത് അവരുടെ സംബന്ധിച്ച് ഇക്കണോമിക് റിവാർഡ്സ് കിട്ടുവാണെങ്കിൽ മറ്റ് കൺസെപ്റ്റുകൾക്ക്, അതായത് അവരുടെ ആഹ്, എന്താ പറയുക, റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾക്കോ അങ്ങനെയുള്ള ഐഡിയോളജീസിനോ ഒന്നും ഇവിടെ പ്രാധാന്യമില്ല. ഇവിടെ കൂടുതലായിട്ടും ഇക്കണോമിക് മോട്ടിവേഷനാണ് പ്രാധാന്യം. ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ ദേ വിൽ വർക്ക് എന്നുള്ളതാണ് ഈ തിയറി, ഈ രണ്ട് ക്ലാസിക്കൽ തിയറീസും പറയുന്നത്. ഓക്കെ, സോ ക്ലാസിക്കൽ തിയറി ഈസ് ബേസ്ഡ് ഓൺ റാഷണാലിറ്റി, structure and economic motivation. Thus, both assertion and reason are true. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഡീസെൻട്രലൈസേഷൻ ലീഡ്സ് ടു ക്വിക്കർ ഡിസിഷൻ മേക്കിംഗ്. റീസൺ ഇറ്റ് ഇൻവോൾവ്സ് സെൻട്രൽ അതോറിറ്റി മേക്കിംഗ് ഓൾ സ്ട്രാറ്റജിക് ഡിസിഷൻ. ഡീസെൻട്രലൈസേഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് വേണ്ടി ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്. ആ സെൻട്രൽ അതോറിറ്റി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു. ആൻഡ് വാട്ട് യു തിങ്ക്? അസഷൻ ശരിയാണോ? അസഷൻ ശരിയാണ്, പക്ഷെ റീസൺ പറയുന്നത് ഡീസെൻട്രലൈസേഷൻ സെൻട്രൽ അതോറിറ്റി അല്ല. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അതോറിറ്റി ലോവർ ലെവലിലേക്ക് ഡിവൈഡ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. സോ ജസ്റ്റ് ഓപ്പോസിറ്റ് കൺസെപ്റ്റ് ആണ് റീസൺ ആയിട്ട് പറയുന്നത്. അസഷൻ ട്രൂ ആണ്, പക്ഷെ റീസൺ ഫോൾസ് ആണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അസഷൻ പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ അഫക്ട്സ് ദി നമ്പർ ഓഫ് ലെവൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഹൈറാർക്കി. ഒരു ഓർഗനൈസേഷൻ ഹൈറാർക്കിയിൽ എത്ര ലെവലുകൾ വരുന്നു എന്നുള്ളത് സ്പാൻ ഓഫ് കൺട്രോളുമായി ബന്ധപ്പെട്ടാണ്. ഒരു വൈഡ് സ്പാൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വൈഡ് സ്പാൻ ഉണ്ടെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ ഒരു സീനിയർ തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നു. നാരോ സ്പാൻ ആണെങ്കിൽ സൂപ്പർവിഷന്റെ നമ്പർ കുറയുന്നു. ഇതുവഴി കൂടുതൽ ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുമോ എന്ന് ചിന്തിച്ചു നോക്കുക. എ വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ ലീഡ്സ് ടു ഫ്യൂവർ ഹൈറാർക്കിക്കൽ ലെവൽ. വൈഡ് സ്പാൻ ആണെങ്കിൽ കൂടുതൽ എംപ്ലോയിയെ ഒരുമിച്ച് ഒരു എംപ്ലോയിയുടെ കീഴിൽ വരുമ്പോൾ എന്ത് സംഭവിക്കാം? ഫ്യൂവർ ഹൈറാർക്കിക്കൽ ലെവൽ കുറയും. എന്നാൽ നാരോ സ്പാൻ ആണെങ്കിൽ കുറച്ച് പേര് മാത്രമേ ഒരാളുടെ കീഴിലുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യണം, വീണ്ടും ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പറയുന്ന എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണ്. വൈഡ് സ്പാൻ റെഡ്യൂസ് ദി നീഡ് ഫോർ ഇൻ ഇന്റർമീഡിയറ്റ് ലെവൽസ് ലീഡിങ് ടു ഫ്ലാറ്റർ സ്ട്രക്ചേഴ്സ്. വൈഡ് സ്പാൻ ആണെങ്കിൽ ഫ്ലാറ്റർ ആയിട്ടുള്ള ഹൈറാർക്കി ആയിരിക്കും. നാരോ സ്പാൻ ആണെങ്കിൽ എന്തായിരിക്കും? ടോളർ ആയിട്ടുള്ള ഹൈറാർക്കി ആയിരിക്കും. സോ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അസഷൻ ഡിസിഷൻ ട്രീസ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സർട്ടനിറ്റി. ഡിസിഷൻ ട്രീ ഹെൽപ്സ് ഇൻ മാപ്പിംഗ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ദെയർ പോസിബിൾ ഔട്ട്കംസ്. സേർട്ടനിറ്റിയിലാണോ ഡിസിഷൻ ട്രീ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ചിന്തിച്ചാൽ മതി. ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി, റിസ്ക് വരുന്ന സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് ഡിസിഷൻ ട്രീ സപ്പോർട്ട് ചെയ്യുന്നത്. റിസ്ക് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് റിസ്ക് ഉള്ളത്. സോ റിസ്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ആ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിസിഷൻ ട്രീ യൂസ് ചെയ്യുന്നത്. സോ ഡിസിഷൻ ട്രീ സ്യൂട്ടബിൾ ഫോർ ഡിസിഷൻ അണ്ടർ കണ്ടീഷൻസ് ഓഫ് സർട്ടനിറ്റി തെറ്റാണ്. അൺസർട്ടനിറ്റിയിലാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. ദെൻ ഡിസിഷൻ ട്രീ ഹെൽപ്സ് ഇൻ മാപ്പിംഗ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ദെയർ പോസിബിൾ ഔട്ട്കംസ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ഓൾട്ടർനേറ്റീവ്സിന്റെ പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും ഒക്കെ ഡിസിഷൻ ട്രീ ആവശ്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. കോർപ്പറേറ്റ് ഗവർണൻസ് എൻഹാൻസസ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. റീസൺ, ഇറ്റ് എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഇന്റഗ്രിറ്റി ഇൻ ദി മാനേജ്മെന്റ്. കോർപ്പറേറ്റ് ഗവർണൻസ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവർണൻസ് വേണമെങ്കിൽ സിമ്പിൾ സെൻസിൽ പറയാം. അതേപോലെ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുക, മീൻസ് അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ദി ഡിഗ്രി ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് കോൾഡ് അക്കൗണ്ടബിലിറ്റി. ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക, മീൻസ് സുതാര്യത, ചെയ്യുന്ന പ്രവൃത്തികൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ദെൻ ഇന്റഗ്രിറ്റി. ഇതെല്ലാം ചേരുന്ന മാനേജീരിയൽ ഗവർണൻസ് കൺസെപ്റ്റിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. സോ കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസ് കൂടുന്നത് ഈ പറയുന്ന എല്ലാ റീസൺസും കാരണമാണ്. സോ ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഹെൻറി ഫയോയുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആലോചിച്ച് നോക്കുക. അതിൽ വരാത്തതാന്ന് വെച്ചിരിക്കുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കാലാർ ചെയിൻ, മെന്റൽ C. റെവല്യൂഷൻ, ഡിവിഷൻ ഓഫ് വർക്ക്. സോ Mental revolution. Mental മെന്റൽ revolution. റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മെന്റൽ റെവല്യൂഷൻ ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് FW ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇവിടെ മെന്റൽ റെവല്യൂഷന് പ്രാധാന്യമില്ല. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മെന്റൽ റെവല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ദി പ്രോസസ് ഓഫ് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ഈസ്. ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതിനുശേഷം Control. കറക്റ്റീവ് ആക്ഷൻസ് Control. എടുക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. റൈറ്റ്. സോ കൺട്രോളിംഗ്. വിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ഫീച്ചേഴ്സ് എ സിംഗിൾ സെല്ലർ ആൻഡ് മെനി ബയേഴ്സ് വിത്ത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്? ഒറ്റ സെല്ലർ, ഒരുപാട് ബയേഴ്സ്, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോപോളി എന്ന് പറയുന്നത്. റൈറ്റ്, മോണോപോളി. അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. മാർക്കറ്റ് ഇവിടെ സെല്ലർ എന്ന് പറയുന്നത് ആരാണ്? സെല്ലർ എന്ന് പറയുന്നത് മാർക്കറ്റ് മേക്കറാണ്, പ്രൈസ് മേക്കറാണ്. സോ അത്തരത്തിലാണ് സെല്ലർ ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്? ഇലാസിറ്റി ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്, ഇറ്റ് മെഷേഴ്സ് ദി ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. A. ഓക്കെ. ദെൻ ഇറ്റ് മെഷേഴ്സ് ദി ആൻസർ ഏതാണ്? റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുള്ള വേരിയേഷൻ കാരണം ഡിമാൻഡ് എന്ത് വേരിയേഷൻ വരുന്നു എന്നുള്ളതാണ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. അടുത്തത്, ദി കൺസെപ്റ്റ് ഓഫ് ട്രിപ്പിൾ ബോട്ടം ലൈൻ ഇൻ CSR ഫോക്കസ് ഓൺ. ട്രിപ്പിൾ ബോട്ടം ലൈൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിരിക്കുന്നത്? ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 P's ആണ്. അതായത് പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഫിറ്റ്സ്. സോ എങ്ങനെയായാലും CSR ആക്ടിവിറ്റീസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ കാണേണ്ട 3 എലമെന്റുകൾ, ഒന്ന് പീപ്പിൾ, കൺസേൺ ഫോർ പീപ്പിളിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ, ദെൻ പ്ലാനറ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇത് 3 മുൻനിർത്തിയായിരിക്കും CSR ഇനിഷ്യേറ്റീവ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ. ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ആ 3 എലമെന്റുകളുമാണ് വരുന്നത്. സോ മാനേജ്മെന്റിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി മാനേജ്മെന്റ് ടോപ്പിക് ഏരിയയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ബേസിക്സ് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് കൺസെപ്റ്റ്സ്, ഫങ്ഷൻസ് ആൻഡ് സ്കിൽസ്. മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്. ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഓർഗനൈസേഷൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ലെവൽസ്, 3 ലെവലുകൾ. 3 ലെവലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ എന്നുള്ളത് അല്ലാതെ സ്ട്രാറ്റജിക് ലെവൽ, ദെൻ സ്ട്രാറ്റജിക് ലെവൽ, മാനേജീരിയൽ ലെവൽ ആൻഡ് ഓപ്പറേഷണൽ ലെവൽ എന്നുള്ള രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഓർക്കേണ്ടത്. സ്ട്രാറ്റജിക് ലെവൽ എന്ന് പറഞ്ഞാൽ ദേ ആർ മേക്കിംഗ് ഡിസിഷൻസ്, സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്ന മാനേജ്മെന്റ് ലെവൽ, ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയാം. അതാണ് സ്ട്രാറ്റജിക് ലെവൽ. ദെൻ മാനേജീരിയൽ ലെവൽ, ദേ ആർ ദി ലിങ്ക്. ടോപ്പ് ലെവലിലെയും ലോവർ ലെവലിലെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക് ആണ് മാനേജീരിയൽ ലെവൽ. സോ അതിൽ എന്തൊക്കെ വരും? സെഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ഒക്കെ നമുക്ക് അതിനകത്ത് പറയാം. ദെൻ കംസ് ഫങ്ഷൻസ്. ദെൻ നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ ലെവൽ. ഓപ്പറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന മാനേജീരിയൽ ലെവലാണ് ഓപ്പറേഷൻ ലെവൽ. ഓക്കെ.
പിന്നെ മാനേജീരിയൽ ഫംഗ്ഷൻസിലേക്ക് വരുമ്പോൾ പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് പോലുള്ള പോർട്ട് സ്കോർബിനെ പറ്റി ഓർക്കുക. പോർട്ട് സ്കോർ, ഓക്കെ. പോർട്ട് സ്കോർബ് എന്ന് പറയുന്നത് എന്തൊക്കെ എലമെന്റുകൾ അതിനകത്ത് വരുന്നുണ്ടെന്ന് ഓർത്താൽ മതി. പിന്നെ മാനേജീരിയൽ സ്കില്ലിലേക്ക് വരുമ്പോൾ ടെക്നിക്കൽ സ്കില്ലുണ്ട്. ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ ലോവർ ലെവൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. ഹ്യൂമൻ സ്കിൽ കൺസിഡറേഷൻ, ഹ്യൂമൻ എലമെന്റുകൾ, അതെല്ലാം എന്തുമായി ബന്ധപ്പെട്ട് വരും? എല്ലാ ലെവലുകളിലും ആപ്ലിക്കബിൾ ആണ്. ദെൻ കൺസെപ്ച്വൽ സ്കിൽ സ്ട്രാറ്റജിക് ലെവലുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ. ദെൻ മാനേജീരിയൽ റോൾ, ഇന്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷൻ റോൾ, ഡിസിഷണൽ റോൾ, ഇങ്ങനെ മിൻസ്ബർഗ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ റോളും എന്തൊക്കെയാണെന്നുള്ളത് ഓർക്കണം. ഓക്കെ. ഇനി നമ്മൾ നേരെ പോകുന്നത് മാനേജ്മെന്റ് തിയറീസ് ആൻഡ് അപ്രോച്ചസ്. തിയറീസിൽ ക്ലാസിക്കൽ മാനേജ്മെന്റ് സ്കൂൾ, ക്ലാസിക്കൽ മാനേജ്മെന്റ് അപ്രോച്ചുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എഫിഷ്യൻസിയിലും ഫോർമൽ സ്ട്രക്ചറിലുമാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടല്ലോ. എഫിഷ്യൻസിയും ഫോർമൽ സ്ട്രക്ചറുമാണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് സ്കൂൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എന്ത് വരാം? ടൈലറുടെ തിയറിയും ഫയോളിന്റെ തിയറിയും ഒക്കെ ക്ലാസിക്കൽ മാനേജ്മെന്റ് സ്കൂളിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ് അറിയാലോ. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് സയന്റിഫിക്? നോയിങ് എക്സാക്ട്ലി വാട്ട് യു ആർ മെന്റ് ടു ഡു. നമ്മളുടെ എംപ്ലോയീസ് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനർ. ആ എംപ്ലോയീസ് അത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ടൈലർ എന്ന് പറയുന്ന മാനേജ്മെന്റ് വിദഗ്ധൻ രണ്ടിലും വരുന്നുണ്ടല്ലോ, ക്ലാസിക്കലിലും വരുന്നുണ്ട്, സയന്റിഫിക്കലും വരുന്നുണ്ടല്ലോ. സയന്റിഫിക് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ യഥാർത്ഥത്തിൽ ഇല്ല. ഉം. ക്ലാസിക്കൽ സ്കൂള്, നിയോ ക്ലാസിക്കൽ സ്കൂള്, മോഡേൺ സ്കൂൾ എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തിന് തിയറിയാണ്, തിയറിയുടെ പേരാണ്. അതെന്തുകൊണ്ട് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് വെച്ചാൽ ഇത് ക്ലാസിഫിക്കേഷൻ, ഈ അപ്രോച്ച് ക്ലാസിഫിക്കേഷനകത്ത് ക്ലാസിക്കലിനകത്ത് വരുന്നതാണ് സയന്റിഫിക്കും അഡ്മിനിസ്ട്രേറ്റീവും ഒക്കെ, കേട്ടോ. ആ. അങ്ങനെ അങ്ങനെ ഒരു ഡിഫറൻസ് ഇവിടെ ടേബിൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ജസ്റ്റ് ഉം. ക്ലാസിക്കൽ തോട്ടിനകത്താണ് ഇവ രണ്ടും വരുന്നത്. ഈവൻ അതിനുശേഷം വരുന്നത് ബിഹേവിയറൽ സ്കൂൾസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് ക്ലാസിക്കൽ, ഐ മീൻ എന്തുകൊണ്ട് ഈ ക്ലാസിക്കൽ സ്കൂളിനെ സയന്റിഫിക് എന്ന് വിളിക്കുന്നു? ബിക്കോസ് അദ്ദേഹം ജസ്റ്റ് തിയറി പ്രപ്പോസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, തിയറിയുടെ ഒപ്പം അത് അറ്റൈൻ ചെയ്യാനുള്ള വഴികൾ കൂടി പറയുന്നുണ്ട്. അതായത് പ്രിൻസിപ്പിൾസ് പ്ലസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ഇത് രണ്ടും കൂടി പറയുന്നതുകൊണ്ടാണ്, എങ്ങനെ ചെയ്യണമെന്നും കൂടി പറയുന്നതുകൊണ്ടാണ് ഇതിന് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതൊരു ക്ലാസിക്കൽ തോട്ട് തന്നെയാണ്. ഓക്കെ, ഓക്കെ. ശരി. ദെൻ ടൈലറിന്റെ നമ്മൾ പറഞ്ഞു. ആസ് ഐ സെഡ്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതോടൊപ്പം അത് അറ്റൈൻ ചെയ്യാനുള്ള മീൻസിനെ പറ്റിയും പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല, ഇവിടെ തന്നിട്ടില്ല. എനിവേ, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം തുടങ്ങിയവയാണ് പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സയന്റിഫിക് കൺസെപ്റ്റ് ആണ്, ഒരു റൂൾ ഓഫ് തമ്പ് അല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെ ചെയ്തു അതേപടി തന്നെ ഇത്തവണയും ചെയ്യണം എന്ന് പറയുന്ന റൂൾ ഓഫ് തമ്പ് അല്ല, ഇതൊരു സയന്റിഫിക് കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നതാണ്, എന്നതാണ് സയൻസ് ബട്ട് റൂൾ ഓഫ് തമ്പ്. വൺ സെക്കൻഡ്, ഞാൻ അതിൻ്റെ ഒരു ചെറിയ PPT കാണിക്കാം. യെസ്, വൺസ്. ഓക്കെ, PPT കാണാമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, സീ ദിസ്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രിൻസിപ്പിൾസ് ആൻഡ് മാനേജ്മെന്റ് പറഞ്ഞു. ദെൻ അതിനുശേഷം ഫയോളിൻ്റെയും അതേപോലെ ടൈലറിൻ്റെയും പ്രിൻസിപ്പിൾ ഒന്നും പെട്ടെന്ന് പറയാം. സി, പ്രിൻസിപ്പിൾസിൽ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. 14 പ്രിൻസിപ്പിൾസിൽ ഡിവിഷൻ ഓഫ് വർക്ക് അറിയാലോ. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോബിനെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ്
ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യേണ്ട വർക്ക് ലിമിറ്റഡ് ആകുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ചെയ്യേണ്ട വർക്ക് ലിമിറ്റഡ് ആകുമ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്തു തീർക്കാൻ വേഗത, സ്പെഷ്യലൈസേഷൻ കിട്ടും, സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതാണ് അതിനുള്ള റീസൺ. സോ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസേഷനും പ്രൊഡക്ടിവിറ്റിയും, സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ അത് സഹായിക്കും. ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് എത്രമാത്രം അതോറിറ്റി ഉണ്ടോ അത്രമാത്രം റെസ്പോൺസിബിലിറ്റി ആ എംപ്ലോയിൽ ഉണ്ടായിരിക്കണം. ഡിസിപ്ലിൻ, ഓർഗനൈസേഷനകത്ത് റൂൾസും റെഗുലേഷൻസും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓർഗനൈസേഷനകത്ത് ഒരു ഒബീഡിയൻസ് സ്ട്രക്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് വൺ സബോർഡിനേറ്റ് വൺ സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് ഒരു സബോർഡിനേറ്റ് എന്ന് പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ അതിൻ്റെ റീസൺ എന്താ? ഒരു സബോർഡിനേറ്റ് ഒരു ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയർ എന്ന് പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഞാൻ പറഞ്ഞ നേരെ തിരിഞ്ഞു പോയതാ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? സബോർഡിനേറ്റിന് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് വരുമ്പോൾ കൺഫ്യൂഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരുടെ ഓർഡേഴ്സ് അനുസരിക്കണം, ആര് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം. അത് അവോയ്ഡ് ചെയ്യാനാണ് വൺ സബോർഡിനേറ്റ് വൺ സുപ്പീരിയർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ യൂണിറ്റ് വൺ പ്ലാൻ. ഒരു യൂണിറ്റിന് ഒരു പ്ലാനാണ് വേണ്ടത്. അപ്പോൾ ഒറ്റ എയിം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ടീം ആക്ടിവിറ്റീസ് വരുന്നത്. ഓക്കെ. പിന്നെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫ്രം ജനറൽ ഇൻട്രസ്റ്റ്. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനാണ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ. ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി ഓവർ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ. അടുത്തത് റെമ്യൂണറേഷൻ. ഫെയർ റെമ്യൂണറേഷൻ കൊടുക്കണമെന്നാണ് ഫയോള് പറയുന്നത്. ആഡിക്വേറ്റ് ഓർ ഫെയർ റെമ്യൂണറേഷൻ ഫോർ ദി വർക്ക് ഡൺ. പിന്നെ വരുന്നത് സെൻട്രലൈസേഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ്റെ രീതിയിൽ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും കൊണ്ടുവരണം എന്നാണ് ഇത് പറയുന്നത്. അതായത് വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും നല്ലത്. ഡിസിഷൻ എടുക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് അതോറിറ്റി ആണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. അതേപോലെ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. ഒറ്റ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും. അടുത്തത് സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞാൽ ചെയിൻ ഓഫ് അതോറിറ്റിയാണ്. ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എങ്ങനെയാണ് ഡിസിഷൻസ് ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ ചെയിൻ ഓഫ് അതോറിറ്റിയാണ് നമ്മൾ സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ ഓർഡർ. ഓർഡർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും മെൻ ആയാലും മെറ്റീരിയൽ ആയാലും റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ. ഇക്വിറ്റി, ഫെയർ ആൻഡ് കൈൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ ഫെയർ ആയിട്ടും അവരെ കൈൻഡ് ആയിട്ടും, ഐ മീൻ അവർ ഒരുപോലെ ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയാം. ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എല്ലാവരെയും. ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഒരു എംപ്ലോയി ഒരു പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുക. ഒരു എംപ്ലോയി ഒരു പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുക. ഒരിടത്ത് അപ്പോയിന്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ മറ്റൊരിടത്തേക്ക് മാറ്റുന്നു, അടുത്ത ദിവസം മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? സ്പെഷ്യലൈസേഷൻ ഹാപ്പൻ ചെയ്യില്ല. സോ സ്പെഷ്യലൈസേഷൻ ഹാപ്പൻ ചെയ്യാനാണ് ഇത് വേണ്ടത്. ഓക്കെ. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ്സ് എൻകറേജ് ചെയ്യുക. എംപ്ലോയീസിനെ അവരുടെ നിലയിൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അത് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇനിഷ്യേറ്റീവ്. ദെൻ കംസ് എസ്പിരിറ്റ് ഡീക്രോപ്സ്. എസ്പിരിറ്റ് ഡീക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ സ്ട്രെങ്ത് എന്നുള്ളതാണ്. ടീം ആക്ടിവിറ്റിയാണ് ഇതിനെല്ലാം പുറമെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദീസ് ആർ ദി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫയോൾ. ദെൻ അടുത്തത് FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്താ നമ്മൾ ആദ്യം പറഞ്ഞു. നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് യുവർ മെൻ ടു ഡു. നമ്മളുടെ എംപ്ലോയീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനർ എന്നതാണ് FW ടൈലർ പറയുന്ന സയന്റിഫിക് മാനേജ്മെന്റ്. ഇനി സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ ടൂൾസുമാണ്. പ്രിൻസിപ്പിൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. അതായത് എന്താണിത്? ഇതൊരു സയൻസ് ആണ്, നോട്ട് റൂൾ ഓഫ് തമ്പ്. സയന്റിഫിക് മെത്തേഡ്സ് ആണ് എല്ലായ്പ്പോഴും യൂസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ യൂസ് ചെയ്തതുകൊണ്ട് ഇത്തവണയും ഇതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അർത്ഥമില്ല. ഓരോ തവണയും മാറി വരുന്ന സിനാരിയോയ്ക്ക് അനുസരിച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കണം, സയന്റിഫിക് ആയിട്ടായിരിക്കണം മാനേജ്മെന്റ് കൊണ്ടുപോകേണ്ടത്. ഇതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. കോപ്പറേഷൻ, ഐക്യമാണ് വേണ്ടത്. അതായത് എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ കൃത്യമായിട്ടുള്ള കോപ്പറേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ദെൻ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ദാറ്റ് മീൻസ് ടീം ആക്ടിവിറ്റിയാണ് വേണ്ടത്, ഇൻഡിവിജ്വൽ എഫർട്ട് അല്ല. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. സോ ടീം വർക്ക് ആൻഡ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഓവർ ഇൻഡിവിജ്വൽ അജൻഡാസ്. അടുത്തത് മാക്സിമം ഔട്ട്പുട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. വേസ്റ്റേജ് കുറച്ചുകൊണ്ട്
മാക്സിമം പ്രൊഡക്ടിവിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് മാക്സിമം ഔട്ട്പുട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. ദെൻ കംസ് അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് വർക്കർ, എല്ലാ എംപ്ലോയീസിൻ്റെയും ഡെവലപ്മെന്റ്, സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് എന്ന് പറയാം. ഇത് ആക്ച്വലി നമുക്കൊരു ടൂളായിട്ടും പറയാം, അതേപോലെ തന്നെ ഒരു പ്രിൻസിപ്പിളായിട്ടും പറയാം. എല്ലാ എംപ്ലോയീസിനെയും കൃത്യമായിട്ട് അവരുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ടും ഇമ്പ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുക. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾസ്. Science not rule of thumb, harmony not discord, cooperation not individualism, development of each and every personal, then maximum output, not restricted output. ഇനി ടെക്നിക്സ് യൂസ്ഡ്. എന്തുകൊണ്ട് സയന്റിഫിക്? സയൻസ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, അതെങ്ങനെ അറ്റൈൻ ചെയ്യണം എന്നുള്ള കോസസും അതിൻ്റെ എഫക്റ്റും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു സയന്റിഫിക് മാനേജ്മെന്റ് സയൻസ് ആയിട്ട് പറയുന്നത്. റൈറ്റ്. ദെൻ ഇവിടെ വരുന്ന മെത്തേഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് മെത്തേഡ് എന്താണ്? വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഓവറോൾ ജോബിനെ പറ്റി പഠിക്കുവാണ്. വർക്ക് സ്റ്റഡിയുടെ 4 എലമെന്റുകളാണുള്ളത്. വർക്ക് സ്റ്റഡിയിൽ 4 എലമെന്റുകളാണുള്ളത്. ഒന്നാമത്തത് ടൈം സ്റ്റഡി. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്തു തീർക്കാൻ വേണ്ടി വരുന്ന സമയം എത്രയാണെന്നുള്ളത് പഠിക്കുന്നു. ടൈം സ്റ്റഡി. ദെൻ ആ ടൈം സ്റ്റഡി പഠിക്കുന്നതിന്റെ പ്രധാന പർപ്പസ് എന്താണ്? അൺനെസസറി ആയിട്ടുള്ള ടൈം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അൺനെസറി ആയിട്ടുള്ള ഡിലേസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ടൈം സ്റ്റഡി. ദെൻ മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ചെയ്തു തീർക്കുന്ന ആ വഴി, മെത്തേഡ് എന്താണെന്നുള്ളത് സാധാരണ റെക്കോർഡ് ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുന്നത്. ആ മെത്തേഡിനകത്ത് എന്തെങ്കിലും അൺനെസറി ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ, അൺനെസറി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനാണ് മെത്തേഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മെത്തേഡ് സ്റ്റഡി കഴിഞ്ഞാൽ പിന്നെ മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് പഠിക്കാനാണ്. വർക്കുമായി ബന്ധപ്പെട്ട് ഒരു എംപ്ലോയിയുടെ മൂവ്മെന്റിനകത്ത് അൺനെസറി മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് ഫാറ്റിക് സ്റ്റഡിയാണ്. ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് റെസ്റ്റ് ഇന്റർവെൽസിനെ പറ്റി പഠിക്കാനാണ്. റെസ്റ്റ് ടൈം, അൺനെസറി ആയിട്ടുള്ള റെസ്റ്റ് ടൈംസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനാണ് ഫാറ്റിക് സ്റ്റഡി. ഓക്കെ, പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ. ദാറ്റ് മീൻസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദെൻ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. 2 രീതിയിലുള്ള പീസ് വേജ് ആണ് FW ടൈലർ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്തവർക്ക് ഒരു ഹയർ റേറ്റും ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർക്ക് ഒരു ലോവർ റേറ്റുമാണ് FW ടൈലർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 100 യൂണിറ്റ് ആണ് ടാർഗറ്റ്. 100 യൂണിറ്റ് പ്രോസസ്സ് ചെയ്ത് ഇൻഡിവിജ്വലിന് പെർ യൂണിറ്റ് 5 രൂപ വെച്ച് കൊടുക്കുക. 100 യൂണിറ്റ് അറ്റൈൻ ചെയ്യാത്തവർക്കോ പെർ യൂണിറ്റ് 4 രൂപ വെച്ച് കൊടുക്കുക. ഇവിടെ 2 റേറ്റ് ആയില്ലേ? അറ്റൈൻ ചെയ്തവർക്ക് ഒരു ഹയർ റേറ്റും അറ്റൈൻ ചെയ്യാത്തവർക്ക് ഒരു ലോവർ റേറ്റും കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുമ്പോൾ 8 ഫോർമാൻമാർ വേണമെന്നാണ് ടൈലർ പറഞ്ഞത്. 4 പേര് പ്ലാനിങ്ങിനും 4 പേര് ഡൂയിങ്ങിനും, അങ്ങനെ ടോട്ടൽ 8 ഫോർമാനെയാണ് ടൈലർ അഡ്വക്കേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി പിന്നെ നമ്മുടെ സിലബസിൽ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏരിയയാണ് മാനേജീരിയൽ റോൾസ്. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ കണ്ടു. ഇപ്പോൾ മാനേജീരിയൽ റോൾസ്, ഓരോ റോളിലും മാനേജറുടെ സ്പെസിഫിക് റോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഇന്റർപേഴ്സണൽ റോൾ, ബ്രോഡ്ലി ഇന്റർപേഴ്സണൽ റോളിനകത്ത് വരുന്നത് എന്തൊക്കെ വരാം? ഫിഗർ ഹെഡ്, ലീഡർ, ലേസൺ. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദി സെറിമോണിയൽ ഡ്യൂട്ടീസ് ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഓർഗനൈസേഷന്റെ ഹെഡ് ആയിട്ട് കാണിക്കുന്നത് മാനേജേഴ്സിനെയാണ്. ഓർഗനൈസേഷന്റെ ഹെഡ് എന്നുള്ള രീതി കാണിക്കുന്നത് മാനേജേഴ്സിനെയാണ്. സോ അതാണ് ഫിഗർ ഹെഡ്, സെറിമോണിയൽ ഹെഡ് എന്ന് പറയാം. ദെൻ ലീഡർ ഡയറക്ട്സ് ആൻഡ് മോട്ടിവേറ്റ്സ്, ടീമിന്റെ ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, സബോർഡിനേറ്റ്സിനെ, എംപ്ലോയീസിനെ, മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. ദ ലൈസൺ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻസ് നെറ്റ്വർക്ക്, കണക്ഷനായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ഇനീഷ്യേറ്റീവ് എടുക്കുന്ന എപ്പോഴും ആരാണ്? അത് ലീഡറാണ്. കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ 3 റോളാണ് മാനേജർ ചെയ്യുന്നത്: ഫിഗർ ഹെഡ്, ലെയ്സൺ ആൻഡ് ഫൈനലി ലീഡർ. ഫിഗർ ഹെഡ്, ലീഡർ ആൻഡ് ലെയ്സൺ. അടുത്തത് ഇൻഫർമേഷണൽ റോൾ. ഇൻഫർമേഷണൽ റോളുമായി ബന്ധപ്പെട്ട് 3 റോളുകളാണ് മാനേജർക്കുള്ളത്. ഒന്ന് മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ദേ ഗ്യാദേഴ്സ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ. ഇന്റേണൽ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, സോ റിപ്പോർട്ട്, മാനേജീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ ഇത്തരം മോണിറ്ററിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഡിസെമിനേറ്റർ. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഷെയർസ് ഇൻഫർമേഷൻ വിത്തിൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനകത്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന പാർട്ടിയായിട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് ഡിസെമിനേറ്റർ.
ദെൻ കംസ് സ്പോക്ക് പേഴ്സൺ. സ്പോക്ക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ ഫോറത്തിലൊക്കെ ഓർഗനൈസേഷന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. അതാണ് സ്പോക്ക് പേഴ്സൺ. ദെൻ മൂന്നെണ്ണം കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏത് റോളാ? ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻ റോൾ എന്ന് പറയുമ്പോൾ മൂന്ന് റോളുകളാണ്. മാനേജർ ഒരു ഇൻഫർമേഷൻ റോൾ പ്ലേ ചെയ്യുമ്പോൾ മൂന്ന് റോളുകളാണ്: മോണിറ്റർ, ഡിസെമിനേറ്റർ, ദെൻ സ്പോക്ക് പേഴ്സൺ. ഈ മൂന്ന് റോളുമാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് ഡിസിഷണൽ റോൾസ്. ഡിസിഷണൽ റോളിലേക്ക് വരുമ്പോൾ നാല് റോളുകളാണ് മാനേജർക്കുള്ളത്: ഓൺടർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് നെഗോഷിയേറ്റർ. സോ ആസ് ആൻ ഓൺടർപ്രണർ ഇറ്റ് ഇനീഷ്യേറ്റ്സ് ഇംപ്രൂവ്മെന്റ്സ്, ഇന്നോവേഷൻ പ്രോജക്ട്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഓൺടർപ്രണറിയൽ റോളാണ്. ഇന്നോവേഷൻസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഓൺടർപ്രണറിയൽ റോളിന്റെ ഭാഗമാണ്. ദെൻ രണ്ടാമതായിട്ട് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് കോൺഫ്ലിക്റ്റ്. ഓർഗനൈസേഷനകത്തെ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുന്നതിലും എംപ്ലോയീസ് തമ്മിലുള്ള പ്രശ്നങ്ങളും അതെല്ലാം പരിഹരിക്കുന്നതിൽ ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതാണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ റോൾ. പിന്നെ വരുന്നത് റിസോഴ്സ് അലോക്കേറ്റർ. ബഡ്ജറ്റ്, ടൈം, മാൻ പവർ തുടങ്ങിയവയെല്ലാം നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അലോട്ട് ചെയ്യുന്നതാണ് റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് നെഗോഷിയേറ്റർ. നെഗോഷിയേറ്റർ എന്ന് പറയുമ്പോൾ ബാർഗെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൽ ബാർഗെയിൻ ചെയ്യുന്നതിനൊക്കെ മാനേജർക്ക് ഒരു പ്രോമിനന്റ് റോളുണ്ട്. അതാണ് നെഗോഷിയേറ്റർ. സോ നാല് റോളുകളാണ്: ഓൺടർപ്രണറിയൽ റോൾ, ഓൺടർപ്രണർ, ദെൻ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് നെഗോഷിയേറ്റർ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. ഐ ഹോപ്പ് യു ക്യാൻ സീ നൗ. മാനേജ്മെന്റ് തിയറീസ് ആൻഡ് അപ്രോച്ചസ്, റൈറ്റ്? വൺ സെക്കൻഡ്. ഓക്കെ. സോ മാനേജ്മെന്റ് തിയറീസ് ആൻഡ് അപ്രോച്ചസ്. ഓക്കെ, കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ആയതന്നെ. വൺ സെക്കൻഡ്. സോ തിയറീസ് നമ്മൾ ബ്രീഫ്ലി കണ്ടു. ആൻഡ് ഐ ഹോപ്പ് യു ക്യാൻ സീ ദി സ്ലൈഡ് ആസ് വെൽ. ശരി. തിയറീസിനെ പറ്റി പറഞ്ഞു. ക്ലാസിക്കൽ സ്കൂളിൽ സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പറഞ്ഞു. ദെൻ റോളിനെ പറ്റി നമ്മൾ കണ്ടു. ദെൻ ബിഹേവിയറൽ സ്കൂൾസിലേക്ക് വരുമ്പോൾ കൂടുതൽ ഹ്യൂമൻ റിലേഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സ്കൂൾ ഓഫ് തോട്ടാണ് ബിഹേവിയറൽ സ്കൂൾസ്. മയോയുടെ സ്കൂൾ ഓഫ് തോട്ട്, ലൈക്ക് നമ്മൾ ആ സ്റ്റഡീസ് ഒക്കെ പറയില്ലേ, ഹോത്രോൺ എക്സ്പെരിമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഹേവിയറൽ സ്കൂളുമായി ബന്ധപ്പെട്ടാണ്. ദെൻ മാസ്ലോയുടെ തിയറി, മാഗ്രിഗോർ തിയറീസ്, ഇതെല്ലാം ബിഹേവിയറൽ സ്കൂൾ തിയറീസുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നു. ഓപ്പറേഷണൽ റിസർച്ച് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളിന്റെ ഭാഗമാണ്. സിസ്റ്റം സ്കൂൾ ഓർഗനൈസേഷനെ ഒരു ഓപ്പൺ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് സിസ്റ്റം സ്കൂൾ. പിന്നെ വരുന്നത് കണ്ടിജൻസി ആണ്. കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ ഒരു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കണ്ടിജൻസി ആണ്, സിറ്റുവേഷൻ ആണ്. ഏതാണോ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ് ഓരോ തവണയും എടുക്കേണ്ടത് എന്നാണ് ഈ സ്കൂള് പറയുന്നത്. ഓക്കെ, അതാണ് കണ്ടിജൻസി സ്കൂൾ. സോ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ അറിയണം? അതോറിറ്റി എന്താണ്? ദി ലെജിറ്റിമേറ്റ് റൈറ്റ് ടു മേക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള പവറിനെ നമുക്ക് അതോറിറ്റി എന്ന് വിളിക്കാം. റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻ ടു പെർഫോം അസൈൻ ടാസ്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യാനുള്ള ഒബ്ലിഗേഷനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ സെൻട്രലൈസേഷൻ, ഡിസിഷൻ മേക്കിംഗ് കോൺസെൻട്രേറ്റഡ് അറ്റ് ടോപ്പ് ലെവൽ. ഡീസെൻട്രലൈസേഷൻ, ഡിസിഷൻ മേക്കിംഗ് ഡെലിഗേറ്റഡ് ടു ലോവർ ലെവലിലേക്ക് ഡിസിഷൻ മേക്കിംഗ് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീസെൻട്രലൈസേഷൻ ആണ്. ദെൻ വാട്ട് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ? നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് എ മാനേജർ ക്യാൻ ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ്. ഒരു എത്ര സബോർഡിനേറ്റ്സിനെയാണ് ഒരു മാനേജർക്ക് ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കുന്നത്? ആ നമ്പറിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ പല രീതിയിലുണ്ട്. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ, ഡിവിഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ, മെട്രിക്സ് ഓർഗനൈസേഷൻ, പ്രോജക്ട് ബേസ്ഡ് ഓർഗനൈസേഷൻ. ഇതിൽ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ മെട്രിക്സ് ഓർഗനൈസേഷൻ്റെ സ്പെഷ്യാലിറ്റി? നമ്മൾ പറഞ്ഞ ഡിവിഷൻ ഡിവിഷൻ ഓഫ്
ലേബർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഡിവിഷൻ ഓഫ് ലേബർ അല്ല, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താ? വൺ യൂണിറ്റ്, വൺ സബോർഡിനേറ്റ്, വൺ സുപ്പീരിയർ എന്നുള്ളതാണ്. അത് ആക്ച്വലി തെറ്റുന്നത് മെട്രിക്സ് ഓർഗനൈസേഷനിലാണ്. മെട്രിക്സ് ഓർഗനൈസേഷനിൽ ഒരു സബോർഡിനേറ്റിന് രണ്ട് സുപ്പീരിയർ വരും. അതായത് ഇപ്പോൾ ചില ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഇല്ലേ, അവർക്ക് ഓരോ കൺസ്ട്രക്ഷനും ഓരോ പ്രൊജക്റ്റാണ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ ഇൻഡിവിജ്വലോ രണ്ട് ഇൻഡിവിജ്വലോ അങ്ങനെ ചില ഇൻഡിവിജ്വൽസ് ഒരു പ്രൊജക്റ്റിന് അലോക്കേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഇപ്പോൾ എച്ച് ആറിലെ ഒരു എംപ്ലോയി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം ആ പ്രൊജക്ട് മാനേജറോടും റെസ്പോൺസിബിൾ ആണ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റ് എച്ച് ആർ മാനേജറോടും റെസ്പോൺസിബിൾ ആണ്. സോ രണ്ട് രീതിയിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രണ്ട് ഹെഡ്സ് വരുവാണ്. ഒന്ന് ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട മാനേജർ, അതേസമയം രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വരുന്ന എച്ച് ആർ മാനേജർ. സോ ഇത്തരത്തിൽ ഒരു ഇൻഡിവിജ്വലിന് രണ്ട് റെസ്പോൺസിബിൾ അതോറിറ്റീസ്, രണ്ട് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരം ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സിനെ പറ്റി ഓർക്കണം. യു ക്യാൻ സീ ദി എക്സ്പ്ലനേഷൻ ഹിയർ. ഫങ്ഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ഓർഗനൈസേഷൻ ഇസ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് ഓർഗനൈസേഷൻ ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഡിപ്പാർട്ട്മെന്റേഷനിലുള്ളത്. ഓക്കെ, ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷന് സഹായിക്കും ഓരോ ഫംഗ്ഷൻ റോളാണ്, അതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നു. ഡിവിഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ഡിവൈഡഡ് ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് എയുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്റ്റ് ബിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ആകാം, അല്ലെങ്കിൽ ജോഗ്രഫി, സദേൺ റീജിയൻ, നോർത്തേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, അങ്ങനെ ജോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ ആകാം. അതും അല്ലെങ്കിൽ കസ്റ്റമർ സെഗ്മെന്റുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ആകാം. ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ടൈപ്പ് ഓഫ് കസ്റ്റമർ സെഗ്മെന്റിനും ഒരു ഡിവിഷൻ, അങ്ങനെ രീതിയിൽ ഡിപ്പാർട്ട്മെന്റേഷൻ ചെയ്യാറുണ്ട്. സോ അതാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈച്ച് ഡിവിഷൻ ഓപ്പറേറ്റ്സ് ലൈക്ക് എ സെപ്പറേറ്റ് ബിസിനസ് യൂണിറ്റ്. ഓരോ ഡിവിഷനും ഒരു ബിസിനസ് യൂണിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതേപോലെയാണ് നിലനിൽക്കുക. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഓർ കസ്റ്റമർ ഫോക്കസ്, നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു ഡിവിഷനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അതനുസരിച്ച് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടോ കസ്റ്റമർ ബേസ്ഡ് ആയിട്ടുള്ള ഫോക്കസ് കൂടുതലുണ്ടാവും, ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും. പക്ഷേ ലിമിറ്റേഷൻ പറയുമ്പോൾ ഡ്യൂപ്ലിക്കേഷനാണ്. ഒരേ വർക്ക് തന്നെ എന്ത് ചെയ്യുന്നു, പലയിടത്തായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ദെൻ മെട്രിക് സ്ട്രക്ചർ കമ്പൈൻസ് ഫങ്ഷണൽ ആൻഡ് പ്രോജക്ട് ബേസ്ഡ് സ്ട്രക്ചർ. ഫങ്ഷണലും പ്രോജക്റ്റും കൂടി ഒരുമിച്ച് വരുവാണെങ്കിൽ അതാണ് മെട്രിക്സ്. ഡ്യുവൽ റിപ്പോർട്ടിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഫങ്ഷണൽ ഹെഡ്സിനോട് റിപ്പോർട്ട് ചെയ്യണം, പ്രോജക്റ്റ് ഹെഡിനോടും റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അടുത്തത് പ്രോജക്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം ഫോം ചെയ്യുന്ന ടീമുകൾ. ടെമ്പററി ടീംസ് ഫോംഡ് ഫോർ സ്പെസിഫിക് പ്രൊജക്റ്റ്. ടാസ്ക് ഫോക്കസ്ഡ് ആണ്, അതായത് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന, ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്, അതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ഓഫീസേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എംപ്ലോയീസ് വരുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് പ്രോജക്ട് സ്ട്രക്ചർ. ആ പ്രോജക്റ്റ് കഴിയുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പഴയ പഴയ അവരുടെ ഓൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ദെൻ ടീം ബേസ്ഡ് സ്ട്രക്ചർ. എൻ്റയർ ഓർഗനൈസേഷൻ ഈസ് ബിൽഡ് അറൌണ്ട് ടീംസ് വർക്കിംഗ് ടുവേഡ്സ് കോമൺ ഗോൾ. ഇവിടെ ഓർഗനൈസേഷനകത്ത് എന്താണ്, ടീമാണുള്ളത്. ആ ടീം പൂർണ്ണമായിട്ടും അവരുടെ ഓർഗനൈസേഷൻ്റെ ആ ഒരു ഗ്രൂപ്പിൻ്റെ കോമൺ ഗോൾ അറ്റൈൻ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. സോ ഇതാണ് ടീം ബേസ്ഡ് സ്ട്രക്ചർ. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നോക്കുക. ദ നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോർ കമ്പനി കോർഡിനേറ്റ്സ് വിത്ത് എക്സ്റ്റേണൽ പാർട്ട്നേഴ്സ് ഓർ വെൻഡേഴ്സ് ടു ഡെലിവർ പ്രൊജക്ട്സ്. ഔട്ട്സോഴ്സിംഗ് ഒക്കെ വരുന്ന സാഹചര്യത്തിലാണ് നെറ്റ്വർക്കിംഗ് നമ്മൾ കാണുന്നത്. സോ നെറ്റ്വർക്ക് സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കും, ഒരു ബേസിക് കമ്പനി, നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു, മറ്റ് എൻറ്റിറ്റീസുമായുള്ള ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നമ്മളത് അക്കൗണ്ടിങ് പൂർണ്ണമായിട്ടും ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി മറ്റൊരു കമ്പനിയുമായുള്ള ടൈപ്പാണ്. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള നെറ്റ്വർക്കിന് പുറമേ ആയിട്ട് ഓർഗനൈസേഷൻ നെറ്റ്വർക്ക് ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് പറഞ്ഞത്, എക്സ്റ്റേണൽ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ടോ എക്സ്റ്റേണൽ വെൻഡേഴ്സുമായി ബന്ധപ്പെട്ടോ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിങ്, സ്ട്രാറ്റജിക് അലയൻസ്, വിർച്വൽ കോർഡിനേഷൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ലൈൻ സ്ട്രക്ചർ സിംപ്ലസ്റ്റ് ഫോമാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ദാറ്റ് മീൻസ് വെർട്ടിക്കൽ ലൈൻ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് കണക്ട് ചെയ്യുന്നു. സീനിയർ ജൂനിയർ, അവരുടെ ജൂനിയർ, അങ്ങനെയുള്ള റിലേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ക്ലിയർ ഹൈറാർക്കി ഉണ്ട്, ഡയറക്റ്റ് കമാൻഡ് ഉണ്ട്, പക്ഷെ ഫങ്ഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റേഷൻ ഇല്ല.
ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ അവരവരുടെ ഫങ്ഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്ന രീതിയല്ല വരുന്നത്. ടോപ്പ് ടു ലോവർ ലെവൽ ഒറ്റ ലൈനിൽ കണക്ട് ചെയ്യുന്ന രീതിയാണ് ലൈൻ സ്ട്രക്ചറിൽ വരുന്നത്. സ്പെഷ്യലിസ്റ്റ് മിസ്സിംഗ് ആണ്. ഇനി ലൈൻ ആൻഡ് സ്റ്റാഫിലേക്ക് വരുമ്പോൾ ലൈൻ സ്ട്രക്ചറിനെ ഫംഗ്ഷനുമായിട്ട് സ്പെഷ്യലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇറ്റ് കമ്പൈൻസ് ലൈൻ അതോറിറ്റി വിത്ത് സ്റ്റാഫ് അഡ്വൈസറി റോൾസ്. ലൈൻ കാണിക്കുന്നത് അതോറിറ്റി റോൾസ് ആണെങ്കിൽ സ്റ്റാഫ് കാണിക്കുന്ന അഡ്വൈസറി റോളാണ്. അതായത് ലൈൻ മാനേജേഴ്സ് അവരുടെ കീഴിൽ വരുന്നവരോട് പൂർണ്ണമായിട്ടുള്ള അതോറിറ്റി ഉള്ളവരായിരിക്കും. എന്നാൽ സ്റ്റാഫ് മാനേജർ എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് മാനേജറും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു എംപ്ലോയിയും അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ലൈൻ അതോറിറ്റിയാണ്. സോ മാനേജർക്ക് അവരിൽ മേൽ എന്ത് ചെയ്യാം, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ആ ലൈൻ അതോറിറ്റി പറയുന്നത്. എന്നാൽ വെൻ ഇറ്റ് കംസ് ടു ആൻ എച്ച് ആർ എംപ്ലോയിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ, എച്ച് ആറിന് ഇവരോടുള്ള റോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്റ്റാഫ് അതോറിറ്റിയാണ്. ഡയറക്ട്ലി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളിലേക്ക് എച്ച് ആർ മാനേജറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തില്ല, റോളില്ല. പക്ഷെ എന്നാൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റാഫുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ്, ഇവിടെയൊക്കെ എന്ത് വേണം? എച്ച് ആർ മാനേജറുമായിട്ട് അദ്ദേഹം കണക്ട് ചെയ്യണം. അവിടെയാണ് സ്റ്റാഫ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, സോ ഇതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ്. പാരലലി ലൈൻ ഓർഗനൈസേഷനും അതിനൊപ്പം അഡ്വൈസറി റോൾ പ്ലേ ചെയ്യുന്ന സ്റ്റാഫ് ഓർഗനൈസേഷനും വരുന്നു. ഇനി നമ്മൾ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റി പറഞ്ഞു. ഇനി കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ്. കമ്മ്യൂണിക്കേഷൻ പല രീതിയിലാകാമല്ലോ. വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ ഓർ ഫോർമൽ, ഫോർമൽ ഓർ ഇൻഫോർമൽ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, വാക്കുകൾ ഉപയോഗിക്കാത്തത് നോൺ വെർബൽ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓറലും റിട്ടേണും ആകാം, പറയുന്നതാകാം, എഴുതി തയ്യാറാക്കുന്നതാകാം, ലൈക്ക് ഇമെയിൽ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ എന്തും ആകാം, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആകാം. ഒരു ഫോർമൽ ചെയിൻ ഓഫ് അതോറിറ്റി ഫോളോ ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ അത്തരത്തിലുള്ള ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റിയോ കമാൻഡോ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പ്രോസസ്സിലേക്ക് വരുമ്പോൾ സെൻഡർ, മെസ്സേജ്, മീഡിയം, റിസീവർ, ഫീഡ്ബാക്ക്, ഇതിനകത്ത് എൻകോഡിങ്ങും വരും, അതേപോലെ ഡീകോഡിങ് വരും. അതെല്ലാം നമ്മൾ പേപ്പർ വണ്ണിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ബാരിയേഴ്സും അതേപോലെ തന്നെ നമ്മൾ പേപ്പർ വണ്ണിൽ പറഞ്ഞതാണ്. സെമാറ്റിക് ബാരിയർ, ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓർഗനൈസേഷണൽ ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ ആൻഡ് ഫിസിക്കൽ ബാരിയർ. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ്. പ്രോഗ്രാംഡ് ഡിസിഷൻസ്, റുട്ടീൻ റെഗുലർ നേച്ചറുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ദെൻ നോൺ പ്രോഗ്രാംഡ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന പുതിയ കണ്ടിന്യൂസ് നേച്ചറിൽ അല്ലാത്ത തീരുമാനങ്ങളെയാണ് സ്ട്രാറ്റജിക് ഓർ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ ദർ. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ബ്രെയിൻ സ്റ്റോമിംഗ്. വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിംഗ്? മാക്സിമം ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുന്ന രീതിയാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഡെൽഫി ടെക്നിക് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അതേപോലെ ഡിസിഷൻ ട്രീ, സിമുലേഷൻ, ഓൾ ദീസ് ആർ ടെക്നിക്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. സ്റ്റെപ്സിലേക്ക് വരുമ്പോൾ ഡിഫൈൻ പ്രോബ്ലം, എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുക. ആ ഓരോ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ദെൻ പിന്നെ വരുന്നത് മാനേജീരിയൽ ഇക്കണോമിക്സ് ഏരിയ ആണ്. മാനേജീരിയൽ ഇക്കണോമിക്സ് ഏരിയയിലേക്ക് വരുമ്പോൾ യൂട്ടിലിറ്റി അനാലിസിസ്, കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ്, അതേപോലെ ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. മെഷറബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് കാർഡിനൽ യൂട്ടിലിറ്റിയാണ്. പ്രിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഇൻഡിഫറൻസ് കർവ് എന്താണ്? കർവ് ഷോയിങ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് വിത്ത് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. രണ്ട് കോമ്പിനേഷൻ, അതിൽ ഏതിലൊക്കെയാണോ യൂട്ടിലിറ്റി ഈക്വൽ ആവുന്നത്, സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആവുന്നത്, ആ ലെവലിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. സോ ഈ കർവിലെ ഓരോ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ലെവൽ വിൽ ബി സെയിം, സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദീസ് ആർ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഡിമാൻഡ് എത്രയായിരിക്കും, ഫ്യൂച്ചർ ഡിമാൻഡിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്, അതാണ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത്. സോ എത്രമാത്രം വേരിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ദെൻ കംസ് മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചേഴ്സിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സിന് എക്സാമ്പിൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മെനി സെല്ലേഴ്സ്, ഐഡന്റിക്കൽ പ്രൊഡക്ട്സ്, നോ ബാരിയർ.
സെല്ലേഴ്സ് ഒരുപാട് പേരുണ്ട്, പ്രൊഡക്റ്റ് ഐഡന്റിക്കലാണ്, അതുകൊണ്ട് തന്നെ ബാരിയേഴ്സ് ടു എൻട്രി ഒന്നും തന്നെ ഇല്ല. ഇത്തരം മാർക്കറ്റിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മോണോപോളി, ഓൺലി വൺ സെല്ലർ, ഹൈ എൻട്രി ബാരിയേഴ്സ്. ഒറ്റ സെല്ലർ മാത്രമേ ഉള്ളൂ, പുതിയ ആളുകൾക്ക് എൻട്രി ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒളിഗോപോളി, ഫ്യൂ സെല്ലേഴ്സ് ആണ്. ഈ ഫ്യൂ സെല്ലേഴ്സ് എന്ത് ചെയ്യും? ഇന്റർഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പെട്രോളിയം പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ഫ്യൂ സെല്ലേഴ്സാണ്, കുറച്ച് പേരേ ഉള്ളൂ, അവർ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. ഇതാണ് ഒളിഗോപോളി. ദെൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, മെനി സെല്ലേഴ്സ്, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, അതേസമയം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് ആണ്. നമ്മൾ നോക്കുമ്പോൾ കാറെല്ലാം ഒരുപോലാണോ? അല്ല, ദേർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർസ്. അങ്ങനെയുള്ള ഡിഫറൻസിയേഷൻ വരുന്ന സിറ്റുവേഷനാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പറയുന്നത്. മെനി സെല്ലേഴ്സ് ആൻഡ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ വരുമ്പോഴാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ വരുന്നത്. ദെൻ നാഷണൽ ഇൻകം ആൻഡ് ഇൻഫ്ലേഷൻ കൺസെപ്റ്റ്. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻകം ഓഫ് എ നേഷൻ ദാറ്റ് ഈസ് മെഷേർഡ് ബൈ ജി ഡി പി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, എൻ എൻ പി, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അതേപോലെ ജി എൻ ബി, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, എൻ ഡി പി, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇങ്ങനെയുള്ള മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. മെഷർമെന്റ് മെത്തേഡ്, ഇൻകം, ഔട്ട്പുട്ട്, എക്സ്പെൻഡിച്ചർ തുടങ്ങിയ കൺസെപ്റ്റുകളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ മെഷർമെന്റ് നടക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റന്റ് റേസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയല്ല, ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ പല രീതിയിലുണ്ട്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് പുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുതലാണ്. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സെല്ലേഴ്സ് പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂട്ടും. ഇതാണ് ഡിമാൻഡ് പുൾ. കോസ്റ്റ് പുഷോ? കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടുന്നു? പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു, ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിനാരിയോ നോർമൽ ലെവലിനേക്കാൾ കൂടുന്നതാണ്. ഒരു നേഷനെ സംബന്ധിച്ച് ഒരു 3% ഇൻഫ്ലേഷൻ വരെ ദാറ്റ് ഈസ് ഗുഡ്. 3% ഇൻഫ്ലേഷനൊക്കെ വരുമ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നേഷൻ ഈസ് ഗ്രോയിങ്. അതിൽ കൂടുതൽ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനായിട്ട് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. എന്നാൽ ഒരു നമ്മൾ കൺട്രോളബിളിലാവുന്നതിന് മുകളിലേക്ക്, കൺട്രോൾ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലേഷൻ വരുന്ന സിറ്റുവേഷനെയാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കറൻസി മൂല്യം നഷ്ടപ്പെടാനും കൺട്രി തന്നെ ഇക്കണോമിക് സിറ്റുവേഷൻ മൊത്തം നശിക്കാനും ഒക്കെ ഹൈപ്പർ ഇൻഫ്ലേഷൻ കാരണമാകും. മെഷർമെന്റ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, CPI ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഇത് ആക്ച്വലി നാഷണൽ ഇൻകം ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൂൾസ് ആണ്. ദെൻ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി മോറൽ പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ് കണ്ടക്ട്. നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ ടേം കോൾഡ് എത്തിക്കൽ ഡിലേമ. എത്തിക്കൽ ഡിലേമ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ വരുവാണ്, വെദർ ടു ഗിവ് പ്രയോറിറ്റി ടു എത്തിക്സ് ഓർ പ്രോഫിറ്റ്. നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തെയാണ് എത്തിക്കൽ ഡിലേമ എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ഇൻവോൾവിംഗ് എത്തിക്കൽ കൺസിഡറേഷൻ. എത്തിക്കൽ കൺസിഡറേഷൻ നമ്മുടെ മുമ്പിലുണ്ട്, അത് കാരണം ഉണ്ടാകാവുന്ന കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസിനെയാണ് എത്തിക്കൽ ഡിലേമ എന്ന് പറയുന്നത്. ദെൻ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻ ടു ആക്ട് ഫോർ സൊസൈറ്റൽ ആൻഡ് എൻവയോൺമെന്റൽ ഗുഡ്സ്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? സൊസൈറ്റിയുടെ ബെറ്റർമെന്റിന് വേണ്ടി, എൻവയോൺമെന്റ് ബെറ്റർമെന്റിന് വേണ്ടിയുള്ള ആക്ട് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ, ഇതിനെയാണ് CSR എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ 2013 135 സെഷൻ പ്രകാരമാണ് CSR മാൻഡേറ്ററി ആയിട്ട് മാറുന്നത്. അതിൽ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, 3 ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ നെറ്റ് പ്രോഫിറ്റിന്റെ ആവറേജ് എടുക്കുക. ആ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന്റെ 2% CSR എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ടാവണം. ഇതാണ് CSR പറയുന്നത്. ദെൻ ട്രിപ്പിൾ ബോട്ടം ലൈനിൽ 3 എലമെന്റുകളാണ്: പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഫിറ്റ്. കോർപ്പറേറ്റ് ഗവേണൻസ് മീൻസ് റൂൾസ്, പ്രാക്ടീസസ് ദാറ്റ് എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ എൻഷുർ ചെയ്യുന്ന അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി തുടങ്ങിയ കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്ന മാനേജീരിയൽ ഗവേണൻസ് സ്ട്രക്ചറിനെ നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വിളിക്കാം. ബ്രീഫായിട്ട് എന്തൊക്കെ പഠിച്ചിരിക്കണം, എങ്ങനെയൊക്കെ വരുന്നതെന്നുള്ള പറഞ്ഞാണ്. ദെൻ വാല്യൂ ബേസ്ഡ് ഓർഗനൈസേഷൻ. കോർ വാല്യൂസ് എന്തൊക്കെയാണ്? ഇൻറ്റഗ്രിറ്റി, റെസ്പെക്ട്, അക്കൗണ്ടബിലിറ്റി, ഫെയർനെസ്. ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഓർഗനൈസേഷൻ, അതാണ് വാല്യൂ ബേസ്ഡ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇത്തരം വാല്യൂസ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അതായത് എന്ത് ചെയ്യാം, ഓർഗനൈസേഷൻ സംബന്ധിച്ച് മുന്നോട്ട് മീൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പ്രോസ്പെറസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ട്രസ്റ്റ് നമുക്ക് കിട്ടും. എത്തിക്കൽ കൾച്ചർ ഓർഗനൈസേഷൻ അത് വരാൻ ഇത്തരം ഓർഗനൈസേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ടൂൾസ്, ഇതുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ എത്തിക്കൽ കമ്മിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, CSR പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ക്രിയേറ്റിംഗ് എ വാല്യൂ ബേസ്ഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ പെട്ടെന്ന് ബ്രീഫ്ലിയാണ് പറഞ്ഞത്. നമ്മൾ നേരെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോകുന്നു. യൂണിറ്റ് 2, OB ആൻഡ് HRM. സി ക്വസ്റ്റ്യൻസ്. ആ സെഷൻ പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡീസ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഗ്രൂപ്പ് ബിഹേവിയർ ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. സോ ദർ ഇസ് എ നെഗറ്റീവ്. ആ ഒരു നെഗറ്റീവ് എന്തായാലും ശരിയല്ലെന്ന് അറിയാലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ സ്റ്റഡീസ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. രണ്ടും ഇതിന്റെ എലമെന്റ് ആണ്. ഗ്രൂപ്പ് ബിഹേവിയർ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. അതുകൊണ്ട് ഗ്രൂപ്പ് ബിഹേവിയറിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അസെഷൻ പറയുന്നത് മീറ്റ്സ്ബർഗ് 2 ഫാക്ടർ തിയറി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറീസ്. സോറി, ഹെർസ്ബർഗ്സ് 2 ഫാക്ടർ തിയറി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ motivation and hygiene factor. Hygiene factor is when present leads to higher motivation. So what is the theory? ഈ തിയറി പറയുന്നത് മോട്ടിവേഷൻ ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം എന്നാണ്. ഒന്ന് മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി തിങ്സ് ദാറ്റ് വിൽ ലീഡ് ടു മോട്ടിവേഷൻ. പ്രസൻസ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു മോട്ടിവേഷൻ ആണ് മോട്ടിവേറ്റേഴ്സ്. അപ്പോൾ പ്രസന്റ് ആണെങ്കിൽ മോട്ടിവേഷനിലേക്ക് നയിക്കും. ഹൈജീൻ ഫാക്ടേഴ്സോ ആബ്സെൻസ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു ഡീമോട്ടിവേഷൻ. അവ ഇല്ലെങ്കിൽ ഡീമോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളവയാണ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത്. സി, നമുക്ക് നമുക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നു. ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഇൻസെൻറ്റീവ്സ് തരുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു മോട്ടിവേറ്ററാണ്. നമ്മൾ അത് കാരണം വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാൻ തയ്യാറാകും. ഓർഗനൈസേഷനോടുള്ള നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് കൂടും. എന്നാൽ സാലറി കിട്ടുന്നതോ, എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടുന്ന സാലറി കിട്ടുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോട്ടിവേറ്റർ അല്ല. സാലറി എന്ന് പറയുന്നത് എന്തുമാത്രമാണ്? ഒരു ഹൈജീൻ ഫാക്ടർ മാത്രമാണ്. സാലറി കിട്ടാതെ പോയാൽ, റെഗുലർ സാലറിയാണ്, നമ്മുടെ സാലറി എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, അതിന് ഒരു മോട്ടിവേഷൻ ഇല്ല. അത് ഇൻക്രിമെന്റ് ചെയ്യുകയാണെങ്കിൽ മോട്ടിവേഷൻ ഉണ്ട്. എന്നാൽ റെഗുലർ സാലറി എന്ന് പറയുന്നത് ഒരു ഹൈജീൻ ഫാക്ടറാണ്. കിട്ടാതെ പോയാലോ, 2 മാസമായിട്ട് സാലറി ഇല്ല, അത് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. ഓക്കെ, ഇതാണ് ഹെർസ്ബർഗ് പറയുന്നത്. സോ 2 ഫാക്ടർ തിയറി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ മോട്ടിവേറ്റർ ആൻഡ് ഹൈജീൻ ഫാക്ടർ. ദാറ്റ് ഈസ് റൈറ്റ്. ഹൈജീൻ ഫാക്ടർ വെൻ പ്രസന്റ് ലീഡ്സ് ടു ഹയർ മോട്ടിവേഷൻ. ദാറ്റ് ഈസ് റോങ്. ഹൈജീൻ ഫാക്ടർ ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ ഇല്ല. എന്നാൽ മോട്ടിവേഷൻ ഇല്ല എന്നല്ല, ഹയർ മോട്ടിവേഷനിലേക്ക് നയിക്കുന്നില്ല. എന്നാൽ ഹൈജീൻ ഫാക്ടർ ആബ്സെന്റ് ആവുകയാണെങ്കിൽ ഡീമോട്ടിവേഷനിലേക്ക് നയിക്കും. ഓക്കെ, മോട്ടിവേറ്റേഴ്സ് ആണെങ്കിൽ പ്രസന്റ് ആണെങ്കിൽ ഹയർ മോട്ടിവേഷനിലേക്ക് നയിക്കും. ഹൈജീൻ ഫാക്ടേഴ്സ് ആണെങ്കിൽ ആബ്സെന്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ഡീമോട്ടിവേഷൻ. ഓക്കെ, സോ അസെഷൻ ട്രൂ ആണ്, ബട്ട് റീസൺ ഈസ് ഫോൾസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ട്രാൻസാക്ഷൻ അനാലിസിസ് ഇംപ്രൂവ്സ് ഇന്റർപേഴ്സണൽ ബിഹേവിയർ. ഇറ്റ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഈഗോ സ്റ്റേറ്റ്, പാരന്റ്, അഡൽട്ട് ആൻഡ് ചൈൽഡ് ഈഗോ. സോ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ പർപ്പസ് ഇത് തന്നെയാണ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഈഗോ സ്റ്റേറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈഗോ സ്റ്റേറ്റ് മനസ്സിലാക്കി അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതി, അതാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് വരുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ഇന്റർപേഴ്സണൽ ബിഹേവിയർ. ഇന്റർപേഴ്സണൽ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. എന്തുകൊണ്ടാണ്? ഒരു എംപ്ലോയി, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ആ ഇൻഡിവിജ്വലിന്റെ പാരന്റ് ഈഗോ എങ്ങനെയാണ്, അഡൽട്ട് ഈഗോ എങ്ങനെയാണ്, ചൈൽഡ് ഈഗോ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള എലമെന്റുകൾ എടുത്തിട്ട് ആ ഓരോ ഈഗോ സ്റ്റേറ്റിനെയും മനസ്സിലാക്കിയിട്ട് ആ ഇൻഡിവിജ്വലിനെ മാനേജ് ചെയ്യുന്ന രീതിയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് വരുന്നത്. സോ ഈഗോ സ്റ്റേറ്റ്സ് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസ്. അടുത്തത്, എ സ്ട്രോങ് ഓർഗനൈസേഷൻ കൾച്ചർ റെഡ്യൂസസ് ദി നീഡ് ഫോർ ഫോർമൽ റൂൾസ്. In a strong culture, employee understand and internalize organizational values. ഒരു ഓർഗനൈസേഷൻ കൾച്ചർ സ്ട്രോങ് ആണെങ്കിൽ അതെന്ത് കാണിക്കുന്നു? ഫോർമൽ റൂൾസിന്റെ ആവശ്യകത കുറയും. കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനകത്ത് എന്തൊക്കെയാണ് ചെയ്യാവുന്നത്, എന്തൊക്കെയാണ് ഓർഗനൈസേഷന്റെ വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ എംപ്ലോയീസിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്ന് പറയുന്നത് തന്നെയാണ്. സോ അസെഷനും റീസണും ട്രൂ ആണ്. റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
Whistleblowing is legally protected activity in all organizations. It helps to maintain ethical standards in the organization. വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് ആക്ച്വലി വിസിൽ ബ്ലോയിങ് എന്താണ്? വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒരു പ്രശ്നം ലോകത്തിന് മുന്നിൽ അറിയിക്കുന്നതിനെയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഒരു കാര്യം തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നു, ഗവൺമെന്റ് മുമ്പിൽ കൊണ്ടുവരുന്നു, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഇതാണ് വിസിൽ ബ്ലോയിങ്. ഇതൊരു ലീഗലി പ്രൊട്ടക്റ്റഡ് ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷെ എല്ലാ ഓർഗനൈസേഷനും എല്ലാ രാജ്യങ്ങളിലും ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല. അതുകൊണ്ടാണ് ആ സെഷൻ തെറ്റാണെന്ന് പറയാനുള്ള കാരണം. ഇന്ത്യയിൽ വിസിൽ ബ്ലോയിങ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനിലും ഇതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി വൈസ് ആൻഡ് കോണ്ടെക്സ്റ്റ് വൈസ് ദർ വിൽ ബി ഡിഫറൻസസ്. ഓക്കെ. ടു മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ദി ഓർഗനൈസേഷൻ, വിസിൽ ബ്ലോയിങ് പോളിസീസ് എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണമാകുന്നു. അപ്പോൾ റീസൺ ശരിയാണ്, പക്ഷെ അസെഷൻ ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അക്കോർഡിംഗ് ടു ഡാനിയൽ ഗോൾമാൻ? ഡാനിയൽ ഗോൾമാൻ മോഡലിൽ വരുന്ന ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഫാക്ടേഴ്സ് വരുന്നത് സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി ആൻഡ് സോഷ്യൽ സ്കിൽസ് ആണ്. സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി ആൻഡ് സോഷ്യൽ സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഓക്കെ. ഡാനിയൽ കോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ എലമെന്റ്സ് ഒന്ന് നോക്കിയേക്കുക. സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി ആൻഡ് സോഷ്യൽ സ്കിൽസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് തിയറീസ് വിത്ത് ദെയർ പ്രൊപ്പോണൻസ്. ഹൈറാർക്കി ഓഫ് നീഡ്സ്, എബ്രഹാം എച്ച് മാസ്ലോ. ERG തിയറി, Aldefer. Aldefer is ERG theory. Expectancy theory by Room. Then equity theory by Adams. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. സോ ഓരോ തിയറിയും നോക്കണം. അടുത്തത്, വിച്ച് ലീഡർഷിപ്പ് തിയറി എംഫസൈസസ് ദാറ്റ് ഇഫക്റ്റീവ്നെസ് ഓഫ് എ ലീഡർ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ ദി ലീഡർ സ്റ്റൈൽ ആൻഡ് മാച്ചസ് ദി സിറ്റുവേഷൻ. ലീഡറുടെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ലീഡർ ആ സിറ്റുവേഷൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് സിറ്റുവേഷൻ ബേസ്ഡ് ആയ ലീഡർഷിപ്പ് തിയറി. അതിനെയാണ് കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. സിറ്റുവേഷൻ, ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടിജൻസി തിയറി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ HRM വാട്ട് ഡസ് ജോബ് അനാലിസിസ് പ്രൈമർലി ഇൻവോൾവ്? ജോബ് അനാലിസിസിൽ രണ്ട് പാർട്ടുകളുണ്ട്. ഏതൊക്കെയാ? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. അപ്പോൾ കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ് കണ്ടന്റ് ആൻഡ് റിക്വയർമെന്റ്സ്. ജോബിൽ എന്തൊക്കെയാണ് വരുന്നത്, ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ ഈ ജോബ് ചെയ്യാൻ വേണ്ടി എന്ത് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം. ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനും വരുന്നുണ്ട്, ജോബ് സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ജോബ് അനാലിസിസ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റീസെന്റ് ട്രെൻഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? HRMൽ നമുക്ക് പറയാവുന്ന റീസെന്റ് ട്രെൻഡ്, ക്ലറിക്കൽ സ്റ്റാഫിംഗ്, ഫങ്ഷൻ ഹയറാർക്കി, സ്ട്രാറ്റജിക് HRM. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി സ്ട്രാറ്റജിക് HRM. HR പ്രാക്ടീസസിനെ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജിയുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയാണ് സ്ട്രാറ്റജിക് HRM എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഇംപ്രൂവ്സ് കോസ്റ്റ് ആക്യുറസി ബൈ ട്രേസിംഗ് ഓവർഹെഡ് ടു ആക്ടിവിറ്റീസ്. ABC ignores non-manufacturing costs while assigning overheads. സോ ABC എന്ന ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളെ അലോക്കേറ്റ് ചെയ്യുന്ന രീതിയാണ്. ആക്ടിവിറ്റി എയുമായി ബന്ധപ്പെട്ട് ഇത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ എന്തായിട്ട് ആ ആക്ടിവിറ്റിയിൽ അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ കോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് രണ്ടും ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് റീസൺ പറയുന്നത് തെറ്റാണ്. ABC ഇഗ്നോർസ് നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് ബൈ അസൈനിങ് ഓവർ ഹെഡ്. ദാറ്റ് ഈസ് റോങ്. എല്ലാ മാനുഫാക്ചറിങ്ങും നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് നമ്മളുടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ കൺസെപ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ OB എന്താണ്? ദി സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ സെറ്റിംഗ്. ഒരു ഓർഗനൈസേഷൻ സെറ്റിങ്ങിനകത്ത് ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറും പഠിക്കുന്നതാണ് നമ്മൾ OB, ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള ടീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെവൽസ് ഓഫ് OB, ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇസ് ദെയർ, ഗ്രൂപ്പ് ബിഹേവിയർ ഇസ് ദെയർ, ഓർഗനൈസേഷൻ ബിഹേവിയർ ഇസ് ദെയർ. ഇമ്പോർട്ടൻസ്, ഇതുവഴി നമുക്ക് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ സാധിക്കും, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആകാൻ സാധിക്കുന്നു, അതേപോലെ ജോബ് സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കുന്നു. ഇമ്പോർട്ടൻ്റ് അല്ല തിയറീസ് എന്ന് പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ തിയറി, നിയോ ക്ലാസിക്കൽ തിയറി ആൻഡ് മോഡേൺ അപ്രോച്ചസ്. സെയിം നമ്മൾ മാനേജീരിയൽ തിയറീസ് പറയില്ലേ, അവയെല്ലാം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷനകത്തെ ഇൻഡിവിജ്വൽ ബിഹേവിയർ എലമെന്റുകൾ. വൺ,
ഓക്കെ. സോ നമ്മൾ പറഞ്ഞെന്താണ്, ഒന്നാമത്തെ ടേമായിട്ട് ഓർക്ക് ചെയ്യേണ്ടത് പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദി സ്റ്റേബിൾ ട്രേറ്റ്സ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ. സ്റ്റേബിൾ ട്രേറ്റ്സ്. ഇപ്പോൾ ഓഷ്യൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബിഗ് ഫൈവ് മോഡലിലെ ഓഷ്യൻ എന്താണ് പറയുന്നത്? ഓരോ എലമെന്റും, 1 സെക്കൻഡ്. ഓക്കെ. ഏതൊക്കെയാണ് എലമെന്റുകൾ? ഓ ഫോർ ഓപ്പൺനെസ്, ഓപ്പൺനെസ്, ദെൻ കൺസെൻഷ്യസ്നെസ്, അതേപോലെ തന്നെ എക്സ്ട്രോവേർഷൻ, അഗ്രിയബിൾനെസ് ആൻഡ് ന്യൂറോട്ടിസം. ദീസ് ആർ ദി 5 എലമെന്റ്സ്. ഈ 5 എലമെന്റ് വെച്ചുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്ന രീതിയാണ്. അതായത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിലുള്ള സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന റിപ്പീറ്റബിൾ ബിഹേവിയർ പാറ്റേൺസ് ആണ് പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വൽ പല സാഹചര്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബിഹേവിയറൽ പാറ്റേൺസിനെ നമുക്ക് എന്ത് വിളിക്കാം? പേഴ്സണാലിറ്റി എന്ന് പറയാം. ഓ ഒരു എക്സാമ്പിളാണ് ബിഗ് ഫൈവ് മോഡൽ. അതേപോലെ പല മോഡലുകളുണ്ട് പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ. അതിലൊരു മോഡലാണ് ബിഗ് ഫൈവ്. അതിൽ ഓ സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. ഇപ്പോൾ ഹൈ ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇമാജിനേറ്റീവ് ആയിരിക്കും. ലോ ആണെങ്കിലോ പ്രാക്ടിക്കൽ ആയിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെയുള്ള എബിലിറ്റി ഓപ്പൺനെസ് കൂടുതലുള്ള ആളുകൾക്കാണ്. എന്നാൽ ക്രിയേറ്റിവിറ്റിയും ക്യൂരിയോസിറ്റിയും ഒക്കെ കുറവായിരിക്കും ഓപ്പൺനെസ് കുറയുന്ന ആളുകൾക്ക്. രണ്ടാമതായിട്ട് കൺസെൻഷ്യസ്നെസ്. അതായത് ഇപ്പോൾ കൺസെൻഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്രമാത്രം ഇമ്പൾസ് കൺട്രോൾഡ് ആണ്, ഗോൾ ഡയറക്റ്റഡ് ആണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഹൈ ആണെങ്കിൽ ദേ ആർ ഡീറ്റെയിൽ ഓറിയൻറ്റഡ്. കൂടുതൽ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. കൂടുതൽ ലോങ് ടൈം നേച്ചറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഏബിൾ ആയിരിക്കും. ഇപ്പോൾ ഐ മീൻ കൺസെൻഷ്യസ്നെസ് കൂടുതലുള്ള ഇൻഡിവിജ്വൽ. അതേസമയം കൺസെൻഷ്യസ്നെസ് കുറവാണെങ്കിലോ സ്പോണ്ടേനിയസ് ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, ഡീറ്റെയിൽ ഓറിയൻറ്റഡ് അല്ല. അപ്പോൾ അങ്ങനെ ഓരോ എലമെന്റുകളും, ഇപ്പോൾ എക്സ്ട്രോവേർഷൻ ആണെങ്കിൽ എക്സ്ട്രോവേർഷൻ ഹൈ ആണ് എന്ന് പറയാൻ എക്സ്ട്രോവേർട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി ആയിരിക്കും, അസർട്ടീവ് ആയിരിക്കും. പക്ഷേ ലോ ആണെങ്കിലോ ഇൻട്രോവേർഷൻ ആയിരിക്കും. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ടുള്ള ക്വയറ്റ് ടൈംസ് കണ്ടെത്തുക, അങ്ങനെ ഇൻട്രോവേർട്ട് എന്നുള്ള രീതിയിൽ പോകുന്നവരായിരിക്കും എക്സ്ട്രോവേർഷൻ കുറവുള്ളവർ. ദെൻ എഗ്രിയബിൾനെസ്. എഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുകയാണ്, മറ്റുള്ളവരെ അംഗീകരിക്കുക, എമ്പതി കാണിക്കുക, കോപ്പറേഷൻ കാണിക്കുക, കൈൻഡ്നസ് കാണിക്കുക. ഇതൊക്കെയാണ്. ഹൈ ആണെങ്കിൽ ട്രസ്റ്റിംഗ് പാഷനേറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. ലോ ആണെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. പല കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ദെൻ അടുത്തത് എൻ സ്റ്റാൻഡ്സ് ഫോർ ന്യൂറോട്ടിസം. ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ന്യൂറോട്ടിസം കൂടുതലാണെങ്കിൽ അതിനർത്ഥം അവർ കൂടുതൽ വൾണറബിൾ ആയിരിക്കും, ആൻസൈറ്റി ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ന്യൂറോട്ടിസം കൂടുന്നു പറഞ്ഞാൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറയുകയാണ്. അപ്പോൾ എന്നാൽ ലോ ആണെങ്കിലോ, ന്യൂറോട്ടിസം കുറവാണെങ്കിൽ ഇമോഷണൽ സ്റ്റേബിൾ ആയിരിക്കും, റെസിലിയൻ്റ് ആയിരിക്കും, ആൻഡ് വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ ഏബിൾ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഓരോ എലമെൻറ്റുകളാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു പേഴ്സണാലിറ്റിയിൽ കാണുന്ന സ്റ്റേബിൾ ബിഹേവിയർ ട്രേറ്റ്സിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പേഴ്സണാലിറ്റി. അടുത്തത് പെർസെപ്ഷൻ, ദി പ്രോസസ് ഓഫ് ഇന്റർപ്രറ്റിംഗ് സെൻസറി ഇൻഫർമേഷൻ. നമ്മളുടെ സെൻസസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ഇതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. കാഴ്ചപ്പാടെന്ന് നമ്മൾ പറയും. പല കൺസെപ്റ്റുകൾ ഇതിലുണ്ട്. ലൈക്ക് സെലക്റ്റീവ് പെർസെപ്ഷൻ. നമുക്ക് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മാത്രം കേൾക്കുന്നു. ഇതാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ. നമ്മൾ ഒരാളുമായിട്ടുള്ള ഇൻട്രാക്ഷനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ഏരിയാസ് ആണെങ്കിൽ അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നതെല്ലാം മനസ്സിലാക്കുന്നു. അതേസമയം ഇഷ്ടമില്ലാത്തതാണെങ്കിലോ പലതും നമ്മൾ അവോയ്ഡ് ചെയ്യും. ഹാലോ എഫക്റ്റോ? ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് എൻകൗണ്ടേഴ്സിൽ നമ്മൾ എങ്ങനെയാണോ ആ ഇൻഡിവിജ്വലിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് അത് പ്രസന്റ് എൻകൗണ്ടറിനെ അഫക്റ്റ് ചെയ്യും. പ്രീവിയസ് എൻകൗണ്ടറിൽ അദ്ദേഹം ഒരു ശല്യക്കാരനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ അധികം സംസാരിക്കാൻ പോവില്ല, മാറി ഒഴിഞ്ഞു പോകും. അതെല്ലാം പെർസെപ്ഷൻ്റെ ഭാഗമാണ്. ദെൻ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിലീഫ്, ഫീലിങ്സ്, ബിഹേവിയറൽ പാറ്റേൺസ്, ഇതൊക്കെയാണ് ആറ്റിറ്റ്യൂഡിൽ വരുന്നത്. കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, അഫക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് ബിഹേവിയറൽ ഫാക്ടേഴ്സ്, ഇവ മൂന്നും ചേരുന്നതാണ് ആറ്റിറ്റ്യൂഡ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസങ്ങൾ, അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സുമായി ബന്ധപ്പെട്ടത്, ബിഹേവിയർ പാറ്റേൺസ് നമ്മുടെ ഇൻറ്റൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവയെല്ലാം ചേരുന്നതാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ആറ്റിറ്റ്യൂഡ്. ദെൻ ലേണിംഗ്. ദർ ആർ ഡിഫറെൻറ്റ് തിയറീസ് ഇൻ ലേണിംഗ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി. ഓക്കെ. അപ്പോൾ മറ്റേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഇവിടെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഡോഗിനെ വെച്ചുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, ഡോഗും ബെല്ലും കണക്ട് ചെയ്തിട്ട് ബെല്ലടിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഡോഗ് സലൈവ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്.
അപ്പോൾ ഇങ്ങനെ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറന്റ് കണ്ടീഷനിങ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി, ഈ മൂന്ന് തിയറീസും മസ്റ്റായിട്ടും നോക്കിയിരിക്കണം. ദെൻ കംസ് മോട്ടിവേഷൻ. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട തിയറീസ് പറയുമ്പോൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, എസ്ബർഗ് തിയറി തുടങ്ങിയിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്, അവയെല്ലാം നോക്കണം. ദെൻ പ്രോസസ് ബേസ്ഡ് ആയിട്ടുള്ള റൂംസ് എക്സ്പെക്ടൻസി തിയറി, ആദംസ് ഇക്വിറ്റി തിയറി തുടങ്ങിയ തിയറികളും നോക്കിയിട്ടുണ്ടാവണം. വാല്യൂസ് എൻഡ്യൂറിങ് ബിലീഫ് ഗൈഡിങ് ഇൻഡിവിജ്വൽ ആക്ഷൻ. സോ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിലീഫ് മുൻനിർത്തിക്കൊണ്ട് ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ആക്ഷൻസിലും നമ്മളുടേതായ നമ്മളായി കരുതുന്ന നമ്മളുടേതായ എന്താ പറയുക ഗൈഡ് ലൈൻസ്, അതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ടീം ബിൽഡിംഗ്. ഒന്നാമത്തെ കൺസെപ്റ്റ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ഇന്ററാക്ഷൻസ് ആൻഡ് ഫോഴ്സസ് വിത്തിൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനകത്ത് എത്രമാത്രം ഇന്ററാക്ഷൻസ് ഉണ്ട്, എത്രമാത്രം ഫോഴ്സസ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ദെൻ ടീം ബിൽഡിംഗ്, എൻഹാൻസിങ് ഗ്രൂപ്പ് കൊയേഷൻ. ഗ്രൂപ്പിനകത്തെ ബൗണ്ടിങ് കൂട്ടുന്ന ഒരു പ്രോസസ്സാണ് ടീം ബിൽഡിംഗ്. ഓക്കെ, ടീം പെർഫോമൻസ് ബെറ്റർ ആക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. ടാസ്ക് ഓറിയന്റഡ് ഗ്രൂപ്പ്സിനെ നമ്മൾ ഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയും. റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാം. ദെൻ ലീഡർഷിപ്പ്, ഇൻഫ്ലുവൻസിങ് അതേഴ്സ്, ട്രേഡ്സ്, ബിഹേവിയർ, കണ്ടിജൻസി തിയറി, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി തുടങ്ങിയിട്ടുള്ള തിയറീസ് ഇവിടെ നമ്മൾ ഓർക്കണം. ദെൻ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ്. ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരും അവരുടെ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ തീരുമാനിക്കുന്ന പ്രോസസ്സാണ് ബ്രെയിൻ സ്റ്റോമിങ്. നോമിനൽ ഗ്രൂപ്പ്സ്, സെലക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡെൽഫി ടെക്നിക്സ്, ഫോർകാസ്റ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന ടെക്നിക്കാണ് ഡെൽഫി ടെക്നിക്. ദെൻ പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ് ആൻഡ് ഇന്റർപേഴ്സണൽ ബിഹേവിയർ. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ അനലൈസിങ് ഈഗോ സ്റ്റേറ്റ്. ഈഗോ സ്റ്റേറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡലിനെയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ 3 ഈഗോ സ്റ്റേറ്റുകളെയും ക്രോസ് ചെക്ക് ചെയ്യും. ദെൻ സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഇന്റർപേഴ്സണൽ റെക്കഗ്നീഷൻ ആണ്. ഓരോ ഇൻഡിവിജ്വലും മറ്റൊരു ഇൻഡിവിജ്വൽസിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഓരോ യൂണിറ്റും എന്താണ് സ്ട്രോക്ക് എന്ന് പറയാം. ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഓരോ എലമെന്റുകളും അതിനകത്ത് ഓരോ യൂണിറ്റുകളെയും നമ്മൾ സ്ട്രോക്സ് എന്ന് വിളിക്കും. ദെൻ ലൈഫ് പൊസിഷൻ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൈഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, മറ്റുള്ളവരും ഓക്കെയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ലൈഫ് പൊസിഷൻ. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അങ്ങനെയുള്ള പല ലൈഫ് പൊസിഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് പേഴ്സണാലിറ്റി തിയറീസിൽ. അതിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്ന ലൈഫ് പൊസിഷനാണ്. ദെൻ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ്. കൾച്ചർ എന്താണ്? ദീസ് ആർ ദി ഷെയർഡ് വാല്യൂസ്, നോംസ് ആൻഡ് അസംഷൻസ്. ഓർഗനൈസേഷനകത്ത് ഉള്ള ഷെയർഡ് വാല്യൂസിനെയും നോംസിനെയും അസംഷൻസിനെയും ഒക്കെയാണ് നമ്മൾ കൾച്ചർ എന്നുള്ള ടേം കൂടി ഡിനോട്ട് ചെയ്യുന്നത്. ക്ലൈമറ്റ് ആണെങ്കിലോ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പെർസെപ്ഷൻസ് ഓഫ് പോളിസീസ്, പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയർ. ഓർഗനൈസേഷനകത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാല്യൂവും നോമും ഓർഗനൈസേഷനകത്ത് ഫോളോ ചെയ്യുന്ന റൂൾസും അസംഷൻസും ഒക്കെ ആണെങ്കിൽ അത് കൾച്ചറാണ്. എന്നാൽ ഓർഗനൈസേഷനെ പറ്റി നമുക്ക് തോന്നുന്ന കാഴ്ചപ്പാടുകൾ, പെർസെപ്ഷൻ, അവരുടെ പോളിസീസിനെ പറ്റിയും അവരുടെ പ്രാക്ടീസിനെ പറ്റിയും പ്രൊസീജിയറിനെ പറ്റിയുമുള്ള പെർസെപ്ഷൻസ് ആണ് ക്ലൈമറ്റ് എന്നുള്ള ടീം കൂടി ഡിനോട്ട് ചെയ്യുന്നത്. ടൈപ്സ്, there are different organization culture, tough guy, work hard, process, bet your company തുടങ്ങിയിട്ടുള്ള പല കൾച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇങ്ങനെയുള്ള കൾച്ചേഴ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് രണ്ടായിട്ടേ ഉള്ളൂ, പോസിറ്റീവ് ക്ലൈമറ്റും നെഗറ്റീവ് ക്ലൈമറ്റും. അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ വ്യൂ പോയിന്റ് ആണ്. ആ ഇൻഡിവിജ്വൽ എങ്ങനെ തോന്നാം? പോസിറ്റീവായിട്ടുള്ള ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ആണെന്നും നെഗറ്റീവായിട്ടുള്ള ക്ലൈമറ്റ് ആണെന്നും തോന്നാം. ഇമ്പോർട്ടൻസ്, ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഡ്രൈവ്സ് ബിഹേവിയർ. ഓർഗനൈസേഷൻ അകത്തെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഈ കൾച്ചറിന്റെ ഭാഗമാണ്. മോട്ടിവേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് ക്ലൈമറ്റിന്റെ ഭാഗമാണ്. ദെൻ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി ആൻഡ് ക്രോസ് കൾച്ചറൽ ഓർഗനൈസേഷൻ ബിഹേവിയർ. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വേരിയേഷൻസ് ഇൻ ജെൻഡർ, ഏജ്, റേസ് എക്സെട്ര, അങ്ങനെയുള്ള ഡിഫറൻസസിനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ക്രോസ് കൾച്ചറൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ്, പല രീതിയിലുള്ള പല ഡിഫറൻസസ് ഇൻ ജെൻഡർ, ഡിഫറൻസസ് ഇൻ ഏജ്, ഡിഫറൻസസ് ഇൻ റേഞ്ച്, റേസ്, കൾച്ചർ, ഇതിലൊക്കെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള എംപ്ലോയീസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനാണ് ക്രോസ് കൾച്ചറൽ ഓർഗനൈസേഷൻ ബിഹേവിയർ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡയമെൻഷനാണ് ഹോസ്റ്റേറ്റ്സ് ഡയമെൻഷൻ എന്ന് പറയും.
പവർ ഡിസ്റ്റൻസ്, അൺസർട്ടനിറ്റി അവോയ്ഡൻസ് എക്സെട്ര തുടങ്ങിയിട്ടുള്ള എലമെന്റുകൾ എടുത്തിട്ട്, അതായത് ഇവിടെ എന്തുണ്ടാവണം, പവർ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പവർ ഡിസ്റ്റൻസ് ഇത്രമാത്രം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം, അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ക്രോസ് കൾച്ചറൽ ഓർഗനൈസേഷൻ ബിഹേവിയറിന് കൂടുതൽ ബെറ്റർ ആക്കും. ബിക്കോസ് എവരി വൺ ഈസ് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഓർഗനൈസേഷൻ ബിഹേവിയർ മാനേജ്മെന്റ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വരുന്നത്. ദെൻ ഇൻക്ലൂഷൻ, ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെന്റ് വെയർ ഡൈവേഴ്സ് എംപ്ലോയീസ് ഫീൽ വാല്യൂഡ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ ഡിഫറെൻറ്റ് കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അത് വരുന്നത്. അവർക്ക് എല്ലാവർക്കും അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടു, അവർക്ക് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതാണ് ഇൻക്ലൂഷനകത്ത് വരുന്നത്. ദെൻ ഇമോഷൻ, സ്ട്രെസ്, ജസ്റ്റിസ് ആൻഡ് വിസിൽ ബോയിങ്. ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസിനകത്ത് വരുന്നത് സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ് പോലുള്ള കാര്യങ്ങളാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വരുന്നത്. ദെൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ടൈം മാനേജ്മെൻറ്റ്, റിലാക്സേഷൻ, കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള ടെക്നിക്സ് സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. ദെൻ ഓർഗനൈസേഷൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനകത്തുള്ള ഇക്വാലിറ്റിയാണ്. അതേപോലെ ഓർഗനൈസേഷനകത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. ഡിസ്ട്രിബ്യൂട്ടീവ്, പ്രൊസീജിയറൽ ആൻഡ് ഇൻറ്ററാക്റ്റീവ് ജസ്റ്റിസ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. പ്രൊസീജിയറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാലോ ഓർഗനൈസേഷനകത്ത് ചെയ്യേണ്ടി വരുന്ന ജോബും റൂൾസും പ്രൊസീജിയേഴ്സും എല്ലാം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ പ്രൊസീജിയറൽ ജസ്റ്റിസ് ഉണ്ട്. അതേപോലെ ഇൻട്രാക്ഷണൽ ജസ്റ്റിസ്, സീനിയർ ജൂനിയർ റിലേഷൻഷിപ്പ് ഒന്നും അഫക്റ്റ് ചെയ്യരുത്, അതേപോലെ ചിലരോട് മാത്രം കൂടുതൽ കെയർ കൊടുക്കുന്നു, ചിലരെ കൺസിഡർ ചെയ്യുന്നില്ല, അതൊക്കെ ഇൻട്രാക്ഷണൽ ജസ്റ്റിസിൽ വരുന്ന പോരായ്മയാണ്. ഓക്കെ, അതെല്ലാം ഈക്വലായിട്ട് കൊണ്ടുവരുന്നതാണ് ഇൻട്രാക്ഷണൽ ജസ്റ്റിസ്. ദെൻ വിസിൽ ബ്ലോയിങ്. വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ഓഫ് അൺഎത്തിക്കൽ ബിഹേവിയർ. ഇന്റേണൽ ആകാം, എക്സ്റ്റേണൽ ആകാം. അൺഎത്തിക്കൽ ബിഹേവിയർ പുറത്തറിയിക്കുന്നതിനെയാണ്, ഇന്റേണലി അറിയിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്യുന്നതാകാം. ഇതിനെയാണ് വിസിൽ ബ്ലോയിങ് എന്ന് വിളിക്കുന്നത്. ദെൻ എച്ച് ആർ എമ്മിലേക്ക് വരുമ്പോൾ എച്ച് ആർ എമ്മിന്റെ ഡെഫിനേഷൻ എന്താണ്? സ്ട്രാറ്റജിക് അപ്രോച്ച് ടു മാനേജിങ് പീപ്പിൾ ആൻഡ് വർക്ക് പ്ലേസ് കൾച്ചർ. ഇതിനകത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഒന്ന് എച്ച് ആർ പ്ലാനിംഗ് ആണ്. എച്ച് ആർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഫോർ ഫ്യൂച്ചർ ടൈമിൽ എത്ര എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരും, എത്ര പേര് അവൈലബിൾ ആയിരിക്കും, ഇത് മനസ്സിലാക്കി എച്ച് ആർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന രീതിയാണ് എച്ച് ആർ പി. അതായത് എച്ച് ആർ ഡിമാൻഡ് ഫോർകാസ്റ്റും എച്ച് ആർ സപ്ലൈ ഫോർകാസ്റ്റും നോക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എച്ച് ആർ പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ എച്ച് ആർ പ്രോഗ്രാമിംഗ് പ്രകാരം സർപ്ലസ് ഉണ്ടെങ്കിൽ, നിലവിൽ എംപ്ലോയീസ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്തിലേക്ക് പോകും? ലേ ഓഫിലേക്ക്, കുറച്ചുപേർ പറഞ്ഞു വിടുന്ന രീതിയിലേക്ക് ലേ ഓഫിലേക്ക് പോകുന്നു. എംപ്ലോയീസ് കുറവാണെങ്കിൽ റിക്രൂട്ട്മെന്റിലേക്ക് പോകുന്നു. ഇതാണ് എച്ച് ആർ പ്ലാനിങ്ങിൽ സംഭവിക്കുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ആളുകളെ കൊണ്ട് അവൈലബിൾ ആയുള്ള പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. നമുക്ക് ഉള്ള വേക്കൻസീസിലേക്ക് മാക്സിമം ആളുകളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. ട്രെയിനിങ്. ദെൻ ദർ ഇസ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാലോ ആ അപ്ലൈ ചെയ്തിരിക്കുന്നവരിൽ നിന്നും നമുക്ക് വേണ്ട റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യാം, ചൂസ് ചെയ്യാണ് സെലക്ഷൻ നടക്കുന്നത്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സ്കില്ല് വേണ്ട, ജോബുമായി ബന്ധപ്പെട്ട സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് ട്രെയിനിങ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് വേണ്ട ക്വാളിറ്റീസ് എംപ്ലോയീസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഡെവലപ്മെന്റ് എന്ന് പറയാം. പെർഫോമൻസ് അപ്രൈസൽ, ഇവാലുവേഷൻ ആണ്. അവർ ചെയ്തിരിക്കുന്ന ജോബിൽ റീചെക്ക് ചെയ്യുന്നു, ക്രോസ് ചെക്ക് ചെയ്യുന്നു. ദെൻ കോമ്പൻസേഷൻ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ. ദെൻ റീസെന്റ് ട്രെൻഡ്സ്, സ്ട്രാറ്റജിക് എച്ച് ആർ എം, എച്ച് ആർ അനലിറ്റിക്സ്, ഡിജിറ്റൽ എച്ച് ആർ, ഗ്രീൻ എച്ച് ആർ എം പോലുള്ള ടേംസ് എല്ലാം പുതിയ ട്രെൻഡുകൾക്ക് എക്സാമ്പിൾ ആണ്. എച്ച് ആറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ടെക്നോളജിയിൽ വരുന്ന വേരിയേഷൻ, ലീഗൽ ഫ്രെയിംവർക്കിൽ വരുന്ന മാറ്റങ്ങൾ, ഗ്ലോബലൈസേഷൻ, ഇതെല്ലാം എച്ച് ആറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ യു ക്യാൻ സീ ദി ഫങ്ഷൻസ്. എച്ച് ആർ പി, മാൻ പവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എസ്റ്റിമേറ്റ് ചെയ്ത പ്രോസസ്സിനെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയും. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നും റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ കൊണ്ട് വേക്കൻസീസിൽ അപ്ലൈ ചെയ്യിപ്പിക്കുകയും അപ്ലൈ ചെയ്തവരെ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വലിലേക്ക് എത്തുന്ന ആ പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ റിക്രൂട്ട്മെന്റ് മാക്സിമം ആളുകളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കുന്നു. അപ്ലൈ ചെയ്തവരിൽ നിന്നും നമുക്ക് വേണ്ട റൈറ്റ് ഇൻഡിവിജ്വലിനെ ചൂസ് ചെയ്യുന്നത് സെലക്ഷനിലാണ്. ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയന്റേഷൻ ആണ്. ഇൻഡക്ഷനും ഓറിയന്റേഷനും ഡിഫറെൻ്റ് ആയിട്ട് പറയാം. എന്നാലും ഇൻഡക്ഷൻ ഒരു ഷോർട്ട് ടൈം ആക്ടിവിറ്റിയാണ്. ഒരു ദിവസത്തെ ക്ലാസ്, ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഇൻഡക്ഷൻ ആണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഇൻഡിവിജ്വലിനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫെമിലറൈസ് ചെയ്യുന്ന 2 വീക്സ് ഓറിയന്റേഷൻ.
അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ആദ്യം ചെയ്യുന്ന വർക്കിലേക്ക് അവരെ കൊണ്ടുവരുന്ന പ്രോസസ്സിനെ ഓറിയന്റേഷൻ എന്ന് പറയാം. ചെറിയൊരു കോച്ചിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ ചെറിയൊരു വൺ ഡേ ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ഇൻഡക്ഷൻ ആണ്. സോ ദാറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഓൺ ദി ജോബ് ട്രെയിനിങ് ആകാം, ഓഫ് ദി ജോബ് ട്രെയിനിങ് ആകാം. ദെൻ ദർ ഈസ് കാരിയർ ഡെവലപ്മെന്റ്. ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും അറിയാലോ. ജോബിൽ നിർത്തിക്കൊണ്ട് ജോബിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ഓൺ ദി ജോബ്. അവർ ചെയ്യുന്ന ജോബ് എൻവയോൺമെന്റിൽ നിന്ന് മാറ്റി നിർത്തി ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ ഓഫ് ദി ജോബ്. ദെൻ കരിയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംപ്ലോയിയെ മാക്സിമം ഏത് ലെവലിലേക്ക് ഉയർത്താൻ സാധിക്കും അതുവരെ അവർ ഉയർത്താനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതാണ് കരിയർ ഡെവലപ്മെന്റ്. ദെൻ ജോബ് അനാലിസിസ്, രണ്ട് പാർട്ടുണ്ട്, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ഒരു ജോബ് ചെയ്യാൻ വേണ്ടി ഐ മീൻ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള ജോബിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള എംപ്ലോയി വേണം, അവർക്ക് എത്രമാത്രം ക്വാളിഫിക്കേഷൻസ് വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. കോമ്പൻസേഷൻ മീൻസ് ദർ മേ ബി ഫിക്സ്ഡ് ഓർ വേരിയബിൾ പേ, പെർക്യൂസിറ്റ്സ് ഉണ്ടാകാം, ഇൻസെൻറ്റീവ്സ് ഉണ്ടാകാം, ഇക്വിറ്റി ഉണ്ടാകാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോമ്പൻസേഷന്റെ ഭാഗമാണ്. എന്താണ് എംപ്ലോയീസിന് തിരിച്ചു കൊടുക്കുന്നത്, അതാണ് കോമ്പൻസേഷൻ. ദെൻ ജോബ് ഇവാലുവേഷൻ, വർക്ക് ചെയ്തിരിക്കുന്ന ഓരോ ജോബുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ കോമ്പറ്റീറ്റീവ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ് തന്നെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. റാങ്കിങ്, പോയിന്റ് ഫാക്ടർ മെത്തേഡ് ഈസ് ദെയർ, ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്സ് ആർ ദെയർ. ദീസ് ആർ ദി ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ഇപ്പൊ രണ്ട് ടോപ്പിക് ഏരിയാസ് പറഞ്ഞു. മൂന്നാമത്തെ ടോപ്പിക് ഏരിയ വരുന്നത് സ്ട്രാറ്റജിക് എച്ച് ആർ എം ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ ആണ്. സ്ട്രാറ്റജിക് എച്ച് ആർ എമ്മുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അലൈൻസ് എച്ച് ആർ പ്രാക്ടീസസ് വിത്ത് ലോങ് ടേം ഓർഗനൈസേഷൻ ഗോൾസ്. Strategic HRM focus only on operational or HR issues like payroll and administration. So strategic HRM എന്താണ്? സ്ട്രാറ്റജിക് എച്ച് ആർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ആർ പ്രാക്ടീസസിനെ ഓർഗനൈസേഷൻ ഗോളുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് ഗോൾസും എച്ച് ആർ പ്രാക്ടീസും അലൈൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് എച്ച് ആർ എന്ന് പറയുന്നത്. സോ അസഷൻ ശരിയാണ്. എസ് എച്ച് ആർ എം ഫോക്കസ് ഓൺലി ഓൺ ഓപ്പറേഷണൽ എച്ച് ആർ ഇഷ്യൂസ് എന്ന് പറയുന്നത് തെറ്റാണ്. എസ് എച്ച് ആർ എം സ്ട്രാറ്റജിക് ലെവലിലുള്ള എച്ച് ആർ എം ആണ്. അതുകൊണ്ട് എല്ലാ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസുമായിട്ട് അലൈൻ ചെയ്യുന്നു. സോ എസ് എച്ച് ആർ എം ഇസ് അബൌട്ട് ഇന്റഗ്രേറ്റിംഗ് എച്ച് ആർ ഇൻ ടു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. സോ വി ക്യാൻ സേ അസഷൻ ട്രൂ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബാലൻസ് സ്കോർ കാർഡ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ്. ഇറ്റ് ഓൺലി ഇവാലുവേറ്റ്സ് പ്രോഫിറ്റ് മാർജിൻ ടു അസസ് പെർഫോമൻസ്. ബാലൻസ് സ്കോർ കാർഡിൽ 3 എലമെന്റുകളുണ്ട്. അതിനകത്ത് ഏതൊക്കെ എലമെന്റുകളുണ്ട്? കസ്റ്റമർ, ദെൻ ലേണിംഗ്, 4 എലമെന്റുകളുണ്ടല്ലേ? അല്ല, കസ്റ്റമർ, ലേണിംഗ്, ദെൻ ഇന്റേണൽ പ്രോസസ്, പെർസ്പെക്റ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ. 4 എലമെന്റുകളുണ്ട്. കസ്റ്റമർ, ലേണിംഗ്, ഇന്റേണൽ പ്രോസസ് ആൻഡ് ഫിനാൻഷ്യൽസ്. സോ ഈ 4 എലമെന്റുകൾ വെച്ചിട്ട് അസസ്മെന്റ് നടത്തുകയാണ് ബാലൻസ് സ്കോർ കാർഡ് ചെയ്യുന്നത്. സോ പെർഫോമൻസ് മെഷർ എന്നുള്ള രീതിയിൽ 4 എലമെന്റും കൺസിഡർ ചെയ്യുന്നു. അത് വെച്ചിട്ട് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ ആണ് ബാലൻസ് സ്കോർ കാർഡ് ചെയ്യുന്നത്. സോ അസഷൻ ട്രൂ ആണ്. ബട്ട് റീസൺ പറയുന്നത് എന്താ? ഇറ്റ് ഓൺലി ഇവാലുവേറ്റ്സ് പ്രോഫിറ്റ് മാർജിൻ. അത് തെറ്റാണ്. പ്രോഫിറ്റ് മാർജിൻ മാത്രമല്ല, കസ്റ്റമറുടെ പെർസ്പെക്റ്റീവ് നോക്കും, ലേണിംഗ് നോക്കും, ദെൻ ഇന്റേണൽ പ്രോസസ്സുകൾ നോക്കും, അതേപോലെ തന്നെ ഫിനാൻഷ്യൽസ് നോക്കും. ഈ 4 എലമെന്റും ബാലൻസ് സ്കോർ കാർഡിന്റെ ഭാഗമാണ്. അടുത്തത്, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ഈസ് എയിംഡ് അറ്റ് പ്ലാൻഡ് ചേഞ്ച്. ഓഡി ഇന്റർവെൻഷൻസ് ആർ റിയാക്റ്റീവ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. ഓഡി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആക്ടിവിറ്റിയാണ്. എങ്ങനെ ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വരുത്തണം, ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ട് കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിൽ വരുന്നത്. അതൊരിക്കലും ഒരു റിയാക്റ്റീവ് ഓർ അൺസ്ട്രക്ചേർഡ് ആക്ടിവിറ്റി അല്ല. ഒരു ഇവന്റ് വരുന്നു, അതിന് റിയാക്ഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്നതല്ല. ഇതൊരു പ്രൊയാക്റ്റീവ് ആക്ടിവിറ്റിയാണ്. ഇവന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഓർഗനൈസേഷനകത്ത് മാറ്റങ്ങൾ വരുത്താനാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഓഡി ഈസ് സ്ട്രക്ചേർഡ് ആൻഡ് പ്രൊയാക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സിസ്റ്റമാറ്റിക് എന്നോർത്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കരിയർ ഡെവലപ്മെന്റ് ഈസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എലോൺ ഡിസൈഡ് എംപ്ലോയീസ് കരിയർ പാത്സ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. കരിയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇൻഡിവിജ്വലും ഓർഗനൈസേഷനും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ് കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, ഗ്രീൻ എച്ച് ആർ എം. ഗ്രീൻ എച്ച് ആർ എം ഇൻക്ലൂഡ്സ് പ്രാക്ടീസസ് ലൈക്ക് ഇ എച്ച് ആർ എം ആൻഡ് പേപ്പർലെസ് ഡോക്യുമെന്റേഷൻ. ദെൻ the aim is to reduce environmental impact through HR functions.
സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഗ്രീൻ എച്ച് ആർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എൻവയോൺമെന്റിനെ ഹസാഡസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുക. പേപ്പർലെസ് ഡോക്യുമെന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, EHRM ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതെല്ലാം എന്താണ്? ഗ്രീൻ എച്ച് ആർ എമ്മിന് എക്സാമ്പിളാണ്. ഇക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്. അപ്പോൾ അസഷൻ ശരിയാണ്. ആൻഡ് റീസൺ, ദി എയിം ഈസ് ടു റെഡ്യൂസ് എൻവയോൺമെന്റ് ഇമ്പാക്റ്റ്. എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് എയിം. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ OD ഇന്റർവെൻഷൻ ടെക്നിക്? OD ഇന്റർവെൻഷൻ ടെക്നിക് അല്ലാത്ത ഏതാണ്? സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, ക്വാളിറ്റി സർക്കിൾ, കളക്റ്റീവ് ബാർഗെയിനിങ്. സോ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, MBO, ക്വാളിറ്റി സർക്കിൾ ഇതെല്ലാം എന്താണ്? ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് OD ഇന്റർവെൻഷൻ ടെക്നിക്കുകളാണ്. പ്ലാൻഡ് ആക്ടിവിറ്റി ഫോർ ചേഞ്ച് ആണ്. എന്നാൽ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ടൂളാണ്. എംപ്ലോയീസ് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ നീഡ് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുകയും ഓർഗനൈസേഷൻ അവരെ വിളിച്ചിരുത്തി സംസാരിച്ച് നെഗോഷിയേഷൻസ് നടത്തി ഫൈനലി ഒരു ഡിസിഷനിൽ എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. സോ കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ടൂൾ ഫോർ ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതൊരു OD ഇന്റർവെൻഷൻ ടൂൾ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് കോമ്പീറ്റൻസി മാപ്പിംഗ് ഫോക്കസ്ഡ് ഓൺ? കോമ്പീറ്റൻസി മാപ്പിംഗ് എന്താണെന്ന് വെച്ചിരിക്കുന്നത്? മാപ്പിംഗ് എംപ്ലോയീസ് ഫാമിലി ഹിസ്റ്ററി. എന്താ കോമ്പീറ്റൻസി മാപ്പിംഗ്? അവർക്ക് വേണ്ട സ്കിൽസ് ഉണ്ടോ, ജോബ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതാണ്. ഐഡന്റിഫൈങ് സ്കിൽസ് നീഡഡ് ഫോർ എ ജോബ്. കോമ്പീറ്റൻസി മാപ്പിംഗ് ഐഡന്റിഫൈ ദി സ്പെസിഫിക് സ്കിൽസ്, നോളജ് ആൻഡ് ബിഹേവിയർ റിക്വയർമെന്റ്സ് ഫോർ സക്സസ്ഫുൾ ജോബ് പെർഫോമൻസ്. സക്സസ്ഫുൾ ജോബ് പെർഫോമൻസിന് വേണ്ട സ്കിൽ, നോളജ്, ബിഹേവിയർ ഇതെല്ലാം മനസ്സിലാക്കാനാണ് കോമ്പീറ്റൻസി മാപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഇൻ പെർഫോമൻസ് അപ്രൈസൽ, വിച്ച് മെത്തേഡ് ഇൻവോൾവ്സ് കമ്പാരിസൺ ഓഫ് ഈച്ച് എംപ്ലോയി വിത്ത് എവരി അതർ എംപ്ലോയി? ഓരോ എംപ്ലോയിയും മറ്റെല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതി ഇതേതാണ്? ഇതിനെയാണ് നമ്മൾ പെയ്ഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ ഓരോ എംപ്ലോയിയും, ഫസ്റ്റ് എംപ്ലോയി എടുക്കുന്നു, സെക്കൻഡ് പേഴ്സണായിട്ട് കമ്പയർ ചെയ്യുന്നു, അവരെല്ലാം തമ്മിൽ ബെറ്റർ റാങ്ക് ചെയ്യുന്നു, ഫസ്റ്റ് റാങ്ക്. അതിനുശേഷം ആ എംപ്ലോയിയെ തേർഡ് പേഴ്സണായിട്ട് റാങ്ക് ചെയ്യുന്നു, ആ എംപ്ലോയിയെ ഫോർത്ത് പേഴ്സണായിട്ട് റാങ്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ ഓരോ പെയർ ആയിട്ട് റാങ്ക് ചെയ്യുന്നു. എല്ലാ എംപ്ലോയീസുമായിട്ട് റാങ്ക് ചെയ്യുന്ന രീതിയാണ് പെയ്ഡ് കമ്പാരിസണിൽ വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ചാലഞ്ച് ഇൻ ഇന്റർനാഷണൽ HRM? ഇന്റർനാഷണൽ HRMൽ വരുന്ന പ്രധാന പ്രശ്നം എന്താണ്? ക്രോസ് കൾച്ചറാണ്. ക്രോസ് കൾച്ചർ സെൻസിറ്റിവിറ്റി. പല കൾച്ചേഴ്സിൽ നിന്നുള്ള ആളുകൾ വരും, പല ലോയിൽ നിന്നുള്ള ലീഗൽ ഫ്രെയിംവർക്കിൽ നിന്നുള്ള വ്യക്തികളുണ്ടാകും. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ HRMലുള്ള ബേസിക് ചലഞ്ച്. IHRM ഇൻവോൾവ്സ് മാനേജിങ് ഡിഫറെൻറ്റ് കൾച്ചറൽ ഡിഫറൻസസ്, ലീഗൽ വേരിയേഷൻ ആൻഡ് ഡൈവേഴ്സ് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ട്രേഡ് യൂണിയൻസ് ഇൻ ഇന്ത്യ? ട്രേഡ് യൂണിയൻസ് എന്തിനു വേണ്ടിയാണ്? ദ റെപ്രസെൻറ്റ്സ് വർക്കേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ. IRൽ വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ട്രേഡ് യൂണിയൻസ്. സോ HRMുമായി, സ്ട്രാറ്റജിക് HRMുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ചേമ്പുകൾ പറയാം. ഒന്ന്, എന്താണ് സ്ട്രാറ്റജിക് HRM എന്ന് പറഞ്ഞാൽ? അലൈനിങ് HR സ്ട്രാറ്റജീസ് വിത്ത് ലോങ് ടൈം ഓർഗനൈസേഷൻ ഗോൾ. HR സ്ട്രാറ്റജീസിനെ ഓർഗനൈസേഷൻ സ്ട്രാറ്റജീസുമായിട്ട് അലൈൻ ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ ലോങ് ടൈം ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് HRM. ഫോക്കസ്ഡ് ഏരിയ, ഇവിടെ നമ്മൾ എന്തൊക്കെ ടാർഗറ്റ് ചെയ്യും? ടാലന്റ് അക്വിസിഷൻ, പെർഫോമൻസ്, വർക്ക് ഫോഴ്സ് പ്ലാനിംഗ് തുടങ്ങിയ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ട്രഡീഷണൽ HRMുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ SHRM എന്ന് പറയുന്നത് കൂടുതൽ പ്രൊയാക്റ്റീവ് ആണ്, ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്, സ്ട്രാറ്റജിക് ഫിറ്റ് ആണ്. മീൻസ് സ്ട്രാറ്റജിക് ഏരിയയിൽ അലൈൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ദെൻ ടൂൾസ്, ഇവിടെ ഉപയോഗിക്കുന്ന വേരിയസ് ടൂൾസ് ആണ് ബാലൻസ് സ്കോർ കാർഡ്, HR സ്കോർ കാർഡ്, സ്ട്രാറ്റജിക് മാപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ ബാലൻസ് സ്കോർ കാർഡ് എന്താണ്? ബാലൻസ് സ്കോർ കാർഡിൽ 4 പെർസ്പെക്റ്റീവ്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്: ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, കസ്റ്റമർ പെർസ്പെക്റ്റീവ്, ഇന്റേണൽ പ്രോസസ് പെർസ്പെക്റ്റീവ്, ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ്. സോ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ അസസ് ചെയ്യുന്നു. കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, റിറ്റൻഷൻ തുടങ്ങിയ ആസ്പെക്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇന്റേണൽ പ്രോസസ്സിൽ എഫിഷ്യൻസി, ഇന്നൊവേഷൻ പോലുള്ള കാര്യങ്ങൾ. ദെൻ ലേണിംഗ് ആൻഡ് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന്റെ ട്രെയിനിങ്, ഡെവലപ്മെന്റ്, കൾച്ചർ തുടങ്ങിയ ആസ്പെക്റ്റുകൾ ക്രോസ് ചെക്ക് ചെയ്യും. ദെൻ അടുത്തത് കോമ്പീറ്റൻസി മാപ്പിംഗ്. ഐഡന്റിഫൈങ് കോമ്പീറ്റൻസീസ് ലൈക്ക് സ്കിൽ, നോളജ് ആൻഡ് ട്രേഡ്സ് ഫോർ ഇഫക്റ്റീവ് പെർഫോമൻസ്. പെർഫോമൻസിന് വേണ്ട കോമ്പീറ്റൻസീസ് എത്രമാത്രം ഉണ്ട്, ഏതൊക്കെ വേണം, എങ്ങനെ ഉള്ള ഇൻഡിവിജ്വൽസിന് എത്രമാത്രം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കോമ്പീറ്റൻസി മാപ്പിങ്ങിൽ ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻ റിക്രൂട്ട്മെന്റ് പർപ്പസിന് വേണ്ടിയും ട്രെയിനിങ്ങിന് വേണ്ടിയും കരിയർ പ്ലാനിങ്, സക്സഷൻ പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കോമ്പീറ്റൻസി മാപ്പിംഗ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പിറ്റൻസീസ് പറഞ്ഞാൽ കോർ കോമ്പിറ്റൻസി, ഫങ്ഷണൽ കോമ്പിറ്റൻസി, അതേപോലെ റോൾ ബേസ്ഡ് കോമ്പിറ്റൻസീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോർ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സ്പെസിഫിക് സ്കിൽസിനെയാണ് നമ്മൾ കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. ഫങ്ഷണൽ കോമ്പിറ്റൻസി ജോബ് ബേസ്ഡ് ആയിട്ട് ആ ജോബ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേണം. ഇനി റോൾ ബേസ്ഡ് ആയിട്ട് റോൾ സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പിറ്റൻസീസിനെ നമ്മൾ റോൾ ബേസ്ഡ് കോമ്പിറ്റൻസീസ് എന്ന് പറയും. അടുത്തത് കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. കരിയർ പ്ലാനിംഗ് എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് മാച്ചിങ് ഇൻഡിവിജ്വൽ ഗോൾസ് വിത്ത് ഓർഗനൈസേഷൻ നീഡ്സ്. ഇൻഡിവിജ്വൽ ഗോൾസിനെ ഓർഗനൈസേഷൻ നീഡ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് കരിയർ പ്ലാനിംഗ്. കരിയർ ഡെവലപ്മെന്റ് ഓൺഗോയിങ് പ്രോസസ് ഇൻക്ലൂഡിംഗ് ട്രെയിനിങ്, മെന്ററിംഗ് ആൻഡ് പ്രൊമോഷൻ. ട്രെയിനിങ്ങും മെന്ററിങ്ങും പ്രൊമോഷനും ഒക്കെ വരുന്ന ആ ഒരു ഓൺഗോയിങ് പ്രോസസ്സിനെയാണ് നമ്മൾ കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കരിയർ സ്റ്റേജസ്, ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റേജസ്. വൺ ഈസ് എക്സ്പ്ലോറേഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ്, മിഡ് കരിയർ, ലേറ്റ് കരിയർ ആൻഡ് ഡിക്ലൈൻ. എക്സ്പ്ലോറേഷൻ, ഓർഗനൈസേഷനിലേക്ക് ആദ്യമായിട്ട് എംപ്ലോയി വരുന്ന സ്റ്റേജിനെ എക്സ്പ്ലോറേഷൻ എന്ന് വിളിക്കാം. അവർ പതുക്കെ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസുമായി ഓർഗനൈസേഷണൽ ക്ലൈമറ്റുമായി കോപ്പ് ചെയ്യുന്ന ആ സിറ്റുവേഷനാണ് എസ്റ്റാബ്ലിഷ്മെന്റ്. ദെൻ കണ്ടിന്യൂ ചെയ്യുന്നു, മിഡ് കരിയർ ആവുന്നു, ദെൻ ലേറ്റ് കരിയർ, ആൻഡ് ഫൈനലി അദ്ദേഹത്തിൻ്റെ ജോബിൽ നിന്ന് പുറത്തു പോകുന്ന സിറ്റുവേഷനാണ് ഡിക്ലൈൻ. ടൂൾസ്, അസസ്മെന്റ് സെന്റേഴ്സ്. കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ടൂൾസ് ആയിട്ട് പറയാവുന്ന അസസ്മെന്റ് സെന്റേഴ്സ്, സക്സഷൻ പ്ലാനിംഗ്, കരിയർ കൗൺസിലിംഗ് പോലുള്ളവയാണ്. അസസ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് വേണ്ടി എംപ്ലോയീസിനെ അസസ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള, എന്നാൽ എക്സ്റ്റേണലി നിൽക്കുന്ന പാർട്ടീസാണ് അസസ്മെന്റ് സെന്റേഴ്സിൽ വരുന്നത്. അവിടെ അവർ ഈ പർപ്പസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേഷനും കരിയർ പ്ലാനിംഗ് ഡെവലപ്മെന്റും ഒക്കെയാണ് ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. സക്സഷൻ പ്ലാനിംഗ്, ദാറ്റ് മീൻസ് ഒരു എംപ്ലോയി ഓർഗനൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ പോയി കഴിഞ്ഞാൽ ആര് റീപ്ലേസ് ചെയ്യും, അതിനു വേണ്ടി അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാണ് സക്സഷൻ പ്ലാനിങ്ങിൽ വരുന്നത്. കരിയർ കൗൺസിലിംഗ് എംപ്ലോയീസിന് അവർക്ക് ഏത് ലെവൽ വരെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന, അവർക്ക് അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന രീതിയാണ് കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് അപ്രൈസലിൽ വിച്ച് മീൻസ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെറ്റിംഗ് ഗോൾസ്, അസസിംഗ് പ്രോഗ്രസ് ആൻഡ് പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക്. ഗോൾ സെറ്റ് ചെയ്യുന്നു, അവരുടെ പ്രോഗ്രസ് അസസ് ചെയ്യുന്നു, അതിനുവേണ്ട സഫീഷ്യൻറ്റ് ഫീഡ്ബാക്സ് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഇതിൽ അപ്രൈസൽ മെത്തേഡ്സ് പറയാവുന്ന MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, ഒരു പെർഫോമൻസ് അപ്രൈസൽ ടൂളായിട്ട് പറയാം. 360 ഡിഗ്രി അപ്രൈസൽ, വിച്ച് മീൻസ് എവറി എംപ്ലോയീസ് അസസ്ഡ് ബൈ ഓൾ കണക്ഷൻ ലിങ്ക്സ്. അവരെ ആ ജോബുമായി ബന്ധപ്പെട്ട എല്ലാവരും, അവരുടെ സീനിയർ, ജൂനിയർ, അവരുടെ ക്ലയൻസ്, അവരുടെ കസ്റ്റമേഴ്സ് തുടങ്ങിയ എല്ലാവരും അസസ് ചെയ്യുന്ന രീതിയാണ് 360 ഡിഗ്രി അപ്രൈസലിൽ വരുന്നത്. ദെൻ പെയ്ഡ് കമ്പാരിസൺ പറഞ്ഞു നമ്മൾ ഓൾറെഡി. ഒരു ഇൻഡിവിജ്വലിനെ ആ ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ട എല്ലാ എംപ്ലോയീസുമായിട്ട് പെയർ ആയിട്ട് റാങ്ക് ചെയ്യുന്നു. എ ബിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. ദെൻ എ സിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. അങ്ങനെയാണ് പെയ്ഡ് കമ്പാരിസൺ വരുന്നത്. ബാർസ് എന്ന് പറയുന്നത് ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്. അതായത് റേറ്റിംഗ് സ്കെയിലുണ്ട്. റേറ്റിംഗ് സ്കെയിൽ എന്താ? ഒരു എംപ്ലോയിയുടെ ക്വാളിറ്റീസ് റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നമ്മളിപ്പോൾ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ ചെക്ക് ലിസ്റ്റ് പോലെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ. അതിൽ അവർക്ക് എത്ര റേറ്റിംഗ് കൊടുക്കുന്നു. ബിഹേവിയർലി ആങ്കറേഡ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഇൻസിഡൻസ് കൂടി ആഡ് ചെയ്യുന്നു. ക്രിട്ടിക്കൽ ഇൻസിഡൻസും റേറ്റിംഗ് സ്കെയിലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് ഓർഗനൈസേഷൻ അവരുടെ ജോബിൽ ഫേസ് ചെയ്ത പ്രധാന പ്രശ്നങ്ങൾ എടുക്കുന്നു. ആ പ്രധാന പ്രശ്നങ്ങളിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡായി. ക്രിട്ടിക്കൽ ഇൻസിഡൻസും റേറ്റിംഗ് സ്കെയിൽസും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് ബാർസ്. പിന്നെ ചെക്ക് ലിസ്റ്റ് ഈസ് ലൈക്ക് റേറ്റിംഗ് സ്കെയിൽ. ആ ജോബിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എംപ്ലോയിക്ക് വേണ്ടത് എന്നുള്ളത് ആദ്യം ഒരു ഡീറ്റെയിൽ തയ്യാറാക്കുന്നു. ആ ഡീറ്റെയിലിനകത്ത് ഏതൊക്കെയാണ് ഈ എംപ്ലോയി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ക്വാളിറ്റീസ് അവർക്കുണ്ടെന്നുള്ളത് സീനിയർ ടിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ചെക്ക് ലിസ്റ്റാണ്. ഓക്കെ. റീസെൻറ്റ് ട്രെൻഡ്സ്, കണ്ടിന്യൂസ് ഫീഡ്ബാക്ക്, OKRs, റിയൽ ടൈം അപ്രൈസൽ. ഓക്കെ, ഇതൊക്കെയാണ് റീസെൻ്റ്ലി നമുക്ക് പറയാവുന്നത്. സോ നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഒരു എംപ്ലോയി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ ഓവർസീ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പ്രോഗ്രസ് ത്രൂ ഔട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നു, തറോ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അതേപോലെ OKRs എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ടാണ്. അതായത് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ കൊളാബറേറ്റീവ് കോൾ സെറ്റിങ്ങിലൊക്കെയാണ് ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ട് വരുന്നത്. പെർഫോമൻസ് മാനേജ്മെൻറ്റ് ടൂളാണ്. ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു,
ഈ ഒബ്ജക്റ്റീവ്സ് എത്രമാത്രം അറ്റൈൻ ചെയ്തു, എത്രമാത്രം റിസൾട്ട്സ് കിട്ടി, ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്ന രീതിയാണ് OKRs എന്ന് പറയുന്നത്. ദെൻ റിയൽ ടൈം അപ്രൈസൽ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അപ്പോൾ തന്നെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രൈസ് ചെയ്യുന്ന രീതിയാണ് റിയൽ ടൈം അപ്രൈസൽ. സോ ഇതിൻ്റെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിലേക്ക് വന്നാൽ എംപ്ലോയി ഡെവലപ്മെൻറ്റ്, റിവാർഡ്സ്, പ്രൊമോഷൻ, ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ അപ്രൈസൽ ടെക്നിക്സ് നമ്മൾ പറഞ്ഞു. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, ഡിഫറെൻറ്റ് ടെക്നിക്സ്, ഓരോന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം പറയുന്നു. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ആർ റേറ്റഡ് ഓൺ ഫിക്സഡ് സ്കെയിൽ ഫോർ ട്രേറ്റ്സ് ലൈക്ക് പഞ്ച്വാലിറ്റി, ക്വാളിറ്റി എക്സെട്ര. ഇപ്പോൾ ദർ വിൽ ബി എ സ്കെയിൽ ക്വസ്റ്റ്യനെയർ പോലെ സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിലിനകത്ത് എന്ത് ചെയ്യും, ഇവരുടെ ഓരോ ക്വാളിറ്റീസും റേറ്റ് ചെയ്ത് പോകുന്ന രീതിയാണ് ഗ്രാഫിക്സ് റേറ്റിംഗ് സ്കെയിൽ വരുന്നത്. റാങ്കിങ് മെത്തേഡ് എംപ്ലോയീസിനെ ബെസ്റ്റ് മുതൽ വേസ്റ്റ് വരെ 1, 2, 3 എന്ന് അറേഞ്ച് ചെയ്യുന്നു. ആ ഒരു മെത്തേഡാണ് റാങ്കിങ് മെത്തേഡ്. പെയ്ഡ് കമ്പാരിസൺ, ഈച്ച് എംപ്ലോയീസ് കമ്പയർഡ് വിത്ത് എവരി അതർ ഇൻ എ പെയർ. ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് സീനിയർക്ക് ചെയ്യാവുന്നത് ടോപ്പിൽ വരുന്ന ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തവരെ ടോപ്പ് കാറ്റഗറി 10% ആളുകൾ എടുക്കാൻ പാടുള്ളൂ. ദെൻ ആവറേജ് എന്നുള്ള രീതിയിൽ 70% ആളുകൾ എടുക്കണം. വീക്ക് എന്നുള്ള രീതിയിൽ 30% അല്ലെങ്കിൽ 20% ആളുകൾ എടുക്കണം. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ദേ ആർ ഫോഴ്സ്ഡ്. പെർഫോമൻസിനെ 10% മാത്രമായിരിക്കും ടോപ്പ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ അവർ ഫോഴ്സ്ഡ് ആണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആരാന്ന് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? സൂപ്പി സുപ്പീരിയറോ സൂപ്പർവൈസർ അത് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് എംപ്ലോയീസിനെ 10% പെടുത്തുന്നു. 5 പേര് 10% വന്നു വിചാരിക്കുക. ബാക്കിയുള്ള ഇതിൽ 70% ആളുകൾ ആവറേജ് വരണം. ബാക്കിയുള്ളതിൽ 20% എന്ന് പറയുന്നത് വീക്ക് എന്നുള്ള രീതിയിൽ പറയണം. അതുകൊണ്ട് ഏറ്റവും ലോവസ്റ്റ് പെർഫോമിംഗ് ആയുള്ള 20% ആളുകളെ ഫോഴ്സ്ഡ് ആയിട്ട് വീക്ക് ലെവലിൽ കൊണ്ടുവരേണ്ടതായിട്ട് പറ്റും. ദെൻ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ് ഫോക്കസ് ഓൺ സ്പെസിഫിക് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ബിഹേവിയർ ഇൻസിഡൻറ്റ്. സോ ഓർഗനൈസേഷൻ്റെ അകത്ത് വന്ന സാഹചര്യത്തിൽ അവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിഹേവിയർ ഇൻസിഡൻറ്റ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ എന്തുകൊണ്ട് ഓർഗനൈസേഷനിൽ അവർ അങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന രീതിയാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡിൽ വരുന്നത്. ദെൻ ബിഹേവിയർലി ആങ്കിയർ റേറ്റിംഗ് സ്കെയിൽ കമ്പയർസ് റേറ്റിംഗ് സ്കെയിൽ വിത്ത് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ്. റേറ്റിംഗ് സ്കെയിലിനെ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റുമായിട്ട് ആഡ് ചെയ്തു, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയാണ് ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്. ദെൻ MBO ജോയിൻറ്റ് ഗോൾ സെറ്റിംഗ്. മാനേജ്മെൻറ്റും എംപ്ലോയീസും അവരുടെ ഗോളുകൾ, എംപ്ലോയീസിൻ്റെ ഗോളുകൾ ചെയ്യുമ്പോൾ അത് സെറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതി. ഇതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ദെൻ 360-degree ഫീഡ്ബാക്ക് കളക്റ്റഡ് ഫ്രം പിയേഴ്സ്, സബോർഡിനേറ്റ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് സെൽഫ്. ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, ലിസ്റ്റ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. യെസ് ഓർ നോ പോലെ ഇവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, യെസ്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നോ, അങ്ങനെ ഓരോന്നും ലിസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ചെക്ക് ലിസ്റ്റ് വരുന്നത്. ദെൻ SA മെത്തേഡ്, സൂപ്പർവൈസർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി തയ്യാറാക്കുകയാണെന്ന് വിചാരിക്കുക. പെർഫോമൻസ് നാരേറ്റീവ് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് SA മെത്തേഡ് എന്ന് പറയാം. സോ ദീസ് ആർ ദി പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്സ്. Then OD, Organization Development and Organization Change. Definition, planned organization-wide effort to improve effectiveness is called organization development. OD intervention വേണ്ടിയുള്ള ടെക്നിക്സ് പറയുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, സർവേ ഫീഡ്ബാക്ക്, ടീം ബിൽഡിംഗ്, പ്രോസസ് കൺസൾട്ടേഷൻ, ഇതെല്ലാം എന്താണ്, ഓർഗനൈസേഷനിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇതെല്ലാം സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആയാലും സർവേ ഫീഡ്ബാക്ക് ആയാലും ടീം ബിൽഡിംഗ് ആയാലും ഇതെല്ലാം ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻ്റർവെൻഷൻ ടെക്നിക്സ് ആണ്. ചേഞ്ച് മോഡലിൽ കേർട്ട് ലെവിൻ്റെ ചേഞ്ച് മോഡൽ മസ്റ്റായിട്ട് ഓർത്തേക്കണം. കേർട്ട് ലെവിൻ്റെ ചേഞ്ച് മോഡൽ എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജുകളാണ് വരുന്നത്: അൺഫ്രീസ്, ചേഞ്ച് ആൻഡ് റീഫേസ്. അൺഫ്രീസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മോഡലിൽ ആദ്യം അയച്ചു വയ്ക്കുക, അതിനുശേഷം മാറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മാറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിനെ ഫ്രീസ് ചെയ്യുന്നു, പുതിയ മാറ്റത്തെ പെർമനൻ്റ് ആക്കുന്നു. ഇതാണ് അൺഫ്രീസ്, ചേഞ്ച് ആൻഡ് റീഫ്രീസ് മോഡൽ. ഗോൾ, എൻഹാൻസ് അഡാപ്റ്റബിലിറ്റി, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് പർപ്പസ് എന്താണ്? മാറ്റങ്ങൾക്കനുസരിച്ച് ഓർഗനൈസേഷൻ മാറണം. അപ്പോൾ അതിന് ആ ഒരു അഡാപ്റ്റബിൾ എലമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതും എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടുകയും ഇന്നോവേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ബേസിക് പർപ്പസ് ആയിട്ട് പറയാവുന്നത്. ദെൻ ടാലൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്ക് ഫോഴ്സ് ബാലൻസ്. ടാലൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് പ്രോസസ് ഓഫ് അട്രാക്റ്റിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് റീറ്റെയിനിങ് ടോപ്പ് ടാലൻറ്റ്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനകത്തേക്ക് എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യുകയും അവരെ ഡെവലപ്പ് ചെയ്യുകയും എംപ്ലോയീസിൻ്റെ ഏറ്റവും നല്ല ടാലൻറ്റുകളെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടാലൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എലമെൻറ്റുകൾ എംപ്ലോയർ ട്രെയിനിങ്, എംപ്ലോയർ ബ്രാൻഡിങ്,
റെപ്യൂട്ടേഷൻ ആണ് ഫസ്റ്റ് തിങ്. ദെൻ സക്സഷൻ പ്ലാനിങ്. ഏതെങ്കിലും ടോപ്പ് എംപ്ലോയീസ് മാറുവാണെങ്കിൽ, കീ മാനേജർ റോൾസ് വേക്കൻ്റ് ആവുകയാണെങ്കിൽ അവർക്ക് പകരമുള്ള ആളുകളെ ആദ്യമേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അതാണ് സക്സഷൻ പ്ലാനിങ്. ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. വർക്ക് ഫോഴ്സ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ്. ദെൻ വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് പറയുകയാണെങ്കിൽ ഫ്ലെക്സി ടൈമിങ്സ്. എംപ്ലോയീസിന് കൂടുതൽ അവർക്ക് ഈസി ആയിട്ടുള്ള ടൈമിംഗ് അഡോപ്റ്റ് ചെയ്യാൻ സഹായിക്കുക. ദെൻ റിമോട്ട് വർക്ക് പ്രൊമോട്ട് ചെയ്യുക. ലീവ് പോളിസീസ്, വെൽനസ് പ്രോഗ്രാംസ് ഒക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട്. പിന്നെയുള്ള ടീം എംപ്ലോയി എൻഗേജ്മെന്റ് ആണ്. എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് കമ്മിറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് ടുവേർഡ്സ് ദിയർ വർക്ക്. എംപ്ലോയീസ് എത്രമാത്രം ഈ വർക്കിൽ അവർ കമ്മിറ്റഡ് ആണ്, ഇമോഷണലി ആൻഡ് മെന്റലി എത്രമാത്രം കമ്മിറ്റഡ് ആണ്, ഇതിനെയാണ് എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയി എൻഗേജ്മെന്റ് കൂട്ടുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, റെക്കഗ്നീഷൻ, ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓൾ ദീസ് ആർ ഡ്രൈവേഴ്സ് ഓഫ് എംപ്ലോയി എൻഗേജ്മെന്റ്. ദെൻ എംപ്ലോയി എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്കംസോ പ്രൊഡക്ടിവിറ്റി കൂടും, റീറ്റൻഷൻ കൂടും, ഇന്നൊവേഷൻ കൂടും. ദെൻ പിന്നെയുള്ളത് IR ആണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഡെഫിനിഷൻ: റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ, എംപ്ലോയി ആൻഡ് ട്രേഡ് യൂണിയൻസ്. എംപ്ലോയേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആകാം, എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻ ആകാം, എംപ്ലോയീസും എംപ്ലോയർ തമ്മിലുള്ള റിലേഷൻ ആകാം, എംപ്ലോയീസും ട്രേഡ് യൂണിയൻ തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ പല രീതിയിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. കോമ്പോണൻസ്: ഇവിടെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് പറയുന്നത്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഇവയൊക്കെയാണ് IRന്റെ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ് എന്താ? നെഗോഷിയേഷൻസ് ആണ്. ഓക്കെ, എംപ്ലോയീസ് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നെഗോഷിയേഷൻസ് ചെയ്യുന്നത് കളക്റ്റീവ് ബാർഗൈനിങ്ങിന് എക്സാമ്പിൾ ആണ്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ: ഓർഗനൈസേഷനകത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്ന രീതി, അത് ഗ്രീവൻസ് ഹാൻഡ്ലിങ്ങുമാണ്. പ്രശ്നം പരിഹരിക്കുന്ന രീതിയാണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് വരുന്നത്. സോ ലേബർ വെൽഫെയർ, അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന കാര്യങ്ങൾ ഹെൽത്ത്, സേഫ്റ്റി, സോഷ്യൽ സെക്യൂരിറ്റി, വെൽഫെയർ അമ്യൂണിറ്റീസ് തുടങ്ങിയവയെല്ലാം ലേബർ വെൽഫെയറുമായി ബന്ധപ്പെട്ട എലമെന്റുകളാണ്. ദെൻ സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത് പ്രൊവിഡന്റ് ഫണ്ട്, ESI, ഗ്രാറ്റുവിറ്റി, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഇതെല്ലാം സോഷ്യൽ സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ്സ് ആണ്. ദെൻ ട്രേഡ് യൂണിയൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ്. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ എംപ്ലോയി അസോസിയേഷൻ ഫോംഡ് ടു പ്രൊട്ടക്ട് റൈറ്റ്സ്. എംപ്ലോയീസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട അസോസിയേഷൻസിനെയാണ് നമ്മൾ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ്: ദേ വിൽ റെപ്രസെന്റ് എംപ്ലോയീസ്, നെഗോഷിയേറ്റ് ചെയ്യും, അഡ്വക്കേറ്റ് ചെയ്യും. അതായത് എംപ്ലോയീസിനെ അവർ റെപ്രസെന്റ് ചെയ്യുന്നു, എംപ്ലോയീസിന് വേണ്ടിയുള്ള നെഗോഷിയേഷൻസ് നടത്തുന്നു, എംപ്ലോയീസിന് വേണ്ടി അഡ്വക്കേറ്റ്സ് ആയിട്ട്, അഡ്വക്കസി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ. ദെൻ കളക്റ്റീവ് ബാർഗൈനിങ്: ബൈലാറ്ററൽ നെഗോഷിയേഷൻ ഓഫ് വേജസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. ആസ് വി സെഡ്, കളക്റ്റീവ് ബാർഗൈനിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ള വേജസും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബാർഗൈനിങ്, നെഗോഷിയേഷൻസ്, ഇവയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെന്റ് അപ്രോച്ചസ് ഇൻ കളക്റ്റീവ് ബാർഗൈനിങ്: ഡിസ്ട്രിബ്യൂട്ടീവ് അപ്രോച്ച്, ഇന്റഗ്രേറ്റീവ് അപ്രോച്ച്, പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ്. ഡിസ്ട്രിബ്യൂട്ടീവ് മീൻസ് പ്രശ്നങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ പറഞ്ഞ് അവരുടെ പ്രോബ്ലംസ് രണ്ടുപേർക്കും പ്രശ്നമില്ലാതെ പരിഹരിക്കുന്ന രീതിയിൽ, ഏതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഇന്റഗ്രേറ്റീവ്: രണ്ടുപേരുടെയും കാര്യങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പോയിന്റിൽ രണ്ടുപേരും സംസാരിച്ച് അവസാനം ഒരു പോയിന്റിൽ ഒന്ന് എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റഗ്രേറ്റീവ് ബാർഗൈനിങ് ആണ്. ദെൻ പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ്: കൂടുതൽ കൂടുതൽ റിസൾട്ട്സിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ബാർഗൈനിങ് ആണ് പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, IHR: മാനേജിങ് HR അക്രോസ് ഡിഫറെന്റ് കൺട്രീസ് ആൻഡ് കൾച്ചർ. പല കൾച്ചറിലും പല രാജ്യങ്ങളിലും ഉള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇവിടെയുള്ള ചലഞ്ചുകൾ: കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ലേബർ ലോസ്, എക്സ്പാട്രിയേറ്റ് മാനേജ്മെന്റ്, ഇവയൊക്കെയാണ് പ്രധാന ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. അപ്രോച്ചസ്: എത്നോസെൻട്രിക് അപ്രോച്ച്, വൺ സെക്കൻഡ്. ഈ കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് ഓർത്തേക്കുക, കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ സിമിലർ ആണ്. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഒരു മാറ്റവും ഇല്ല എന്നൊക്കെയാണ് സ്റ്റുഡൻസ് പറയുന്നത്. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊമേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക 2024-25 വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഏരിയ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തപോലെയാണ് സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ ഇന്നലെ എക്സാം എഴുതിയവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ഓർത്തേക്കണേ.
2024-25 ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ നോക്കുക കേട്ടോ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ എക്സാമിന് സെയിം ആയിട്ട് ഒന്നാണ് കുട്ടികൾ എന്നോട് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്തേക്കണേ. ദെൻ നമ്മൾ പറഞ്ഞെന്താ, ഇതെല്ലാം ചാലഞ്ചസ് ആണ്. പിന്നെ അപ്രോച്ചസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ പറയുന്ന അതേ അപ്രോച്ചുകൾ, എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് HRM-ൽ നമ്മൾ നമ്മളുടെ രാജ്യത്തിൻ്റെ ആ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നു. നമ്മളെവിടെയാണോ ഹോസ്റ്റ് കൺട്രി, ഹോം കൺട്രിയുടെ അതേ രീതിയിൽ ഫോറിൻ മാർക്കറ്റുകളിൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുവാണെങ്കിൽ എത്നോസെൻട്രിസമാണ്. പോളിസെൻട്രിസം എന്ന് പറഞ്ഞാൽ ഓരോ റീജിയനിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഓരോ റീജിയനിലും അവരവരുടെ രീതിയിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ പോളിസെൻട്രിസം. ജിയോസെൻട്രിക് ഗ്ലോബ് മൊത്തം ഒറ്റ സ്ട്രാറ്റജി ആണെങ്കിൽ ജിയോസെൻട്രിക്. റീജിയോസെൻട്രിക് ഓരോ റീജിയൻ അനുസരിച്ച് മാറുന്നു. ലൈക്ക് യൂറോപ്പിൽ നമ്മളൊരു സ്ട്രാറ്റജി, ഏഷ്യയിൽ വേറൊരു സ്ട്രാറ്റജി, അമേരിക്കയിൽ വേറൊരു സ്ട്രാറ്റജി, അങ്ങനെയാണെങ്കിൽ അത് റീജിയോസെൻട്രിക് ആണ്. സോ ഇത്തരം പല അപ്രോച്ചസ് ഇന്റർനാഷണൽ HRM-ൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇന്റർനാഷണൽ HRM വേഴ്സസ് ഡൊമസ്റ്റിക് HRM ബ്രോഡർ സ്കോപ്പാണ്, റിസ്ക് ഹയർ ആണ്, മൾട്ടി കൾച്ചറൽ കോംപ്ലക്സിറ്റി നമുക്ക് ഇന്റർനാഷണൽ HRM-ൽ കാണാം. ദെൻ കംസ് ഗ്രീൻ HRM എന്താണ്? എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ് ആണ് ഗ്രീൻ HRM-ൽ വരുന്നത്. കോസ്റ്റ് അഡ്വാൻറ്റേജ്, കോസ്റ്റ് സേവിംഗ് ഉണ്ടാവും, എൻഹാൻസ്ഡ് എംപ്ലോയർ ബ്രാൻഡിംഗ്, റെഗുലേറ്ററി കംപ്ലയൻസസ് തുടങ്ങിയ കാര്യങ്ങളോട് ഓർക്കുക കേട്ടോ. അപ്പോൾ 3 ടോപ്പിക് ഏരിയാസ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കി റിവിഷൻ ലെറ്റ് മി സി. ഇഫ് പോസിബിൾ ഞാൻ ഒരു അഡീഷണൽ റെക്കോർഡ് ലെക്ചർ എന്നുള്ള രീതിയിൽ കുറച്ച് തരും. അതിനുശേഷം നാളെ വീണ്ടും ബാക്കി കൂടി ഡിസ്കസ് ചെയ്യും. ആ ഒരു രീതിയിലായിരിക്കും പോവുക. സോ റെക്കോർഡ് ലെക്ചേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ലെക്ചേഴ്സ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഷെയർ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അതേപോലെ തന്നെ ഈവനിങ് ടൈമിൽ ഒരു അഡീഷണൽ സെഷൻ വെച്ചിട്ട് അതിൻ്റെ റെക്കോർഡ് ലെക്ചറും ഉടനെ തന്നെ ഞാൻ തരാം. നാളെ രാവിലെ ഒരു ഫൈനൽ റെക്കോർഡ് ലെക്ചർ വെച്ചിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് കവർ ചെയ്ത് തീർക്കാം കേട്ടോ. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീണ്ടും നമുക്ക് കാണാം.